ഓക്കെ, ആ പറഞ്ഞു. ഫിബ് ലെവല് ഫസ്റ്റ്. ഫിബ് ലെവല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫിബ് ലെവലാണ് അല്ലേ? ഓക്കെ, എന്തായാലും ഓർമ്മിച്ചാൽ താങ്ക് യു. പലപ്പോഴും അത് വിട്ടുപോകാറുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. റെഡി? ഓക്കെ, പിന്നെ അടുത്തത് ഫിബ് ലെവല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയി താഴത്തേക്ക് പോയി ഹയർ ലോ ആയിട്ട് പോകുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഫിബ് 78 ആണ് ഏറ്റവും ബെസ്റ്റ് ലെവൽ അല്ലേ? പിന്നെ എന്തൊക്കെയാണ്? സെക്കൻഡ് ട്രെൻഡ് ലൈൻ. ഓക്കെ, ഫിബ് ലെവല്, ട്രെൻഡ് ലൈൻ, പിന്നെന്തൊക്കെയാണ്? പാരലൽ ഹൈസ്. ഇപ്പോൾ ഇത് ഓരോന്നും മാർക്ക് ചെയ്യുന്ന സ്റ്റൈൽ കണ്ട പാരലൽ ഹൈസ്. പക്ഷെ ഇവിടെ ഈ കേസിൽ പാരലൽ ഹൈസ് ഇല്ല അല്ലേ? പാരലൽ അല്ല. പാരലൽ ആണെങ്കിൽ എന്താ ഇത് രണ്ടും കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പാരലൽ ഹൈസ് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ വരയ്ക്കാം. മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിയുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. മുമ്പത്തെ സ്വിങ് ഇവിടെയാണ്, പിന്നെ മാർക്കറ്റിൽ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വരുന്നു. ഇതിന് ശേഷം മാർക്കറ്റ് എവിടേക്ക് വേണമെങ്കിലും പോവാം. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് വന്നു എന്നാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്ന് വന്നു എന്നാവാം. അതാ, അതിന് മുമ്പിലേക്ക് വലിയ പ്രസക്തി ഇല്ല. ഓക്കെ, ഇതിന് മുമ്പിലേക്ക് നമുക്ക് വലിയ പ്രസക്തി ഇല്ല. പിന്നെന്തൊക്കെയാണ് വേണ്ടത്? ഐസി റേഷ്യോ. അപ്പോൾ ഐസി റേഷ്യോ ആവണമെങ്കിൽ പ്രൈസ് എങ്ങനെ വരയ്ക്കണം? മുകളിലേക്ക് നല്ല സ്പീഡിൽ പോകണം, താഴത്തേക്ക് വളഞ്ഞൊടിഞ്ഞ് താഴത്തേക്ക് വരണം അല്ലേ? അത് കഴിഞ്ഞിട്ട് തിരിയണം. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പുറത്തും വേണമെങ്കിൽ ഐസി റേഷ്യോ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഏറ്റവും ലാസ്റ്റ് ഇമ്പൾസ് ഫാസ്റ്റ് ആയിരിക്കണം, കറക്ഷൻ സ്ലോവിലായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ഫ്ലിപ്പ് സോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെ വരുമ്പോൾ 78 വരുമ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ ഫ്ലിപ്പ് സോൺ അലൈൻ ആവാറില്ല. അപ്പോൾ അതിന് മുമ്പ് ഉണ്ടാക്കിയ ലെവലായിരിക്കും പലപ്പോഴും ഫ്ലിപ്പ് സോണായിട്ട് മാച്ച് ആവാം. എന്താ, അപ്പോൾ നമുക്ക് അതൊരു ഓറഞ്ച് സോണായിട്ട് മാർക്ക് ചെയ്യാം, ഫ്ലിപ്പ് സോൺ. ഓക്കെ, പിന്നെന്താണ്? ഐസി റേഷ്യോ, ഫ്ലിപ്പ് സോൺ, റൗണ്ട് നമ്പർ അല്ലേ? അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു റൗണ്ട് നമ്പറും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇതിലും നല്ല ട്രേഡ് സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇത് ഇങ്ങനെ ഇത്രയും ഒരു എല്ലാം കൂടി മാച്ച് ചെയ്തൊരു ട്രേഡ് നമുക്ക് കിട്ടാറില്ല. ഒരു രണ്ടെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൽ രണ്ടെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റില്ലാത്തൊരു ട്രേഡാണ്. പ്ലസ് നമുക്കൊരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണോ അല്ലെങ്കിൽ ഹൈക്കനാഷിയോ അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാപ്പ്, ഇതുപോലുള്ള ലിക്വിഡിറ്റി ഹണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കണേ. അപ്പോൾ അതിനെ നമ്മൾ ട്രിഗർ എന്നാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ബുള്ളിഷ് ഹാമർ. അപ്പോൾ ആ ബുള്ളിഷ് ഹാമർ ട്രിഗർ ഒഴികെ 2 ഫാക്ടേഴ്സെങ്കിലും കൂടി വേണം നമുക്കൊരു ട്രേഡ് എടുക്കാൻ. അതായത് മൊത്തം 3 റീസൺസ് വേണം നമുക്കൊരു ട്രേഡ് എടുക്കാൻ. ഇനി 4 ആയാൽ അത്യുത്തമം. 4 കുറച്ചും കൂടി റയർ സെറ്റപ്പുകൾ കിട്ടാറുള്ളൂ. നമുക്ക് പതുക്കെ ആദ്യം നമ്മൾ 3 കാരണങ്ങൾ കൊണ്ടുള്ള ട്രേഡ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. കാരണം 4 ബിഗിനേഴ്സ് ലെവലിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പതുക്കെ നമ്മൾ ഇത് ഡെയിലി തന്നെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏതൊരു കാര്യവും ഈസി ആവണ പോലെ 3 സെറ്റപ്പ് എപ്പോഴും കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 4 സെറ്റപ്പ് കിട്ടിയാലേ ട്രേഡ് ചെയ്യുള്ളൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, എന്ന് നമുക്ക് തീരുമാനം. ഓക്കെ, അങ്ങനെയാണ് ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് അടുത്തൊരു സെറ്റപ്പ്. അപ്പോൾ 4 തരത്തിലുള്ള ട്രേഡിംഗ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ട്രെൻഡ് ട്രേഡിംഗ്, അത് അപ് ട്രെൻഡ് ആയാലും ഡൗൺ ട്രെൻഡ് ആയാലും സെയിം സെറ്റ് ഓഫ് റൂൾസ് ആണ്. അടുത്തത് റേഞ്ച് ട്രേഡിംഗ് അല്ലേ? സൈഡ് വേസ് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് എടുക്കുന്നു. അടുത്തത് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്, അവിടെയാണ് ചാർട്ട് പാറ്റേൺസിൻ്റെ പ്രസക്തി. അത് കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സൽ ട്രേഡിംഗ്, താഴത്തേക്ക് വരുന്ന ട്രെൻഡ് തിരിഞ്ഞ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ട്രേഡ് എടുക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോറക്സിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർ റിവേഴ്സൽ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്സുകളിൽ സ്വിങ് ട്രേഡ് ദീർഘകാലത്തേക്ക് ചെയ്യുന്നവരൊക്കെ കൂടുതലും ബ്രേക്ക് ഔട്ട് ട്രേഡുകളാണ് ചെയ്യുക. എന്ന് വിചാരിച്ച് ബ്രേക്ക് ഔട്ട് ഫോറക്സിൽ വർക്ക് ചെയ്യില്ല എന്നില്ല, റിവേഴ്സൽ സ്റ്റോക്സിലും വർക്ക് ഇല്ല. അപ്പോൾ കൂടുതലും കുറച്ച് ലോങ് ടൈമിലേക്ക് ഒരു മാസത്തേക്ക് 2 മാസത്തേക്കൊക്കെ ട്രേഡ് എടുക്കുന്ന ആൾക്കാരൊക്കെ ബ്രേക്ക് ഔട്ട് ട്രേഡ്സുകൾ, കുറച്ചുകൂടി വിശ്വസനീയമായിട്ടുള്ള ബ്രേക്ക് ഔട്ടുകൾ അല്ലെങ്കിൽ കൂടുതൽ വിന്നിങ് റേറ്റ് ഉണ്ടാവാറുണ്ട്.
പിന്നെ റേഞ്ച് ട്രേഡിങ് നമുക്ക് വളരെ റയറായിട്ടാണ് കിട്ടാറ് കമ്പാരിറ്റീവ്ലി ബാക്കി എല്ലാത്തിനും കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ നല്ല അക്യുറസി ഉള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. ഇപ്പോൾ ട്രെൻഡ് ട്രേഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞത് അല്ലേ. അപ്പോൾ അടുത്തത് നമുക്ക് റേഞ്ച് ട്രേഡിംഗ് നോക്കാം. റേഞ്ച് ട്രേഡിംഗ് അല്ലേ എന്താണ്, നമ്മൾ ഓവർവ്യൂ കണ്ടു. മാർക്കറ്റ് ഇതുപോലെ ഒരു സിമിലർ ഹൈസ് സിമിലർ ലോസ് ഉണ്ടാക്കിയിട്ട് പോകുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ താഴ്ത്തുനിന്ന് വാങ്ങുന്നു, അതുപോലെ മുകളിൽ നിന്ന് ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് റേഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ട്രെൻഡ് ട്രേഡിംഗ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു അല്ലേ. കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. റേഞ്ച് ട്രേഡിംഗ് വളരെ ഈസിയാണ്. അപ്പോൾ അത് വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ 2 സെറ്റപ്പാണ് പഠിക്കുക. അപ്പോൾ ഒന്ന് നമുക്ക് ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ പഠിക്കാം. സ്ട്രാറ്റജി മോഡൽ നമ്പർ 1. അപ്പോൾ മോഡൽ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട്, അതിനുശേഷം പിന്നെ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് അല്ലേ. അതിനുശേഷം വീണ്ടും ഈ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വന്നിട്ട് തിരിയുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നു. ഇങ്ങനൊരു സ്ട്രക്ചർ ഒന്നുകൂടി നമുക്ക് വരയ്ക്കാം, കുറച്ചുകൂടി നീക്കി വരയ്ക്കാം. ഒരു റെസിസ്റ്റൻസ്, ഒരു സപ്പോർട്ട്, വീണ്ടും ഏതാണ്ട് അതേ ലെവലിൽ തന്നെ മറ്റൊരു റെസിസ്റ്റൻസ്, അതായത് വളരെ സിമിലർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് 2 അത് കഴിഞ്ഞിട്ട് വീണ്ടും മുമ്പ് വന്ന സപ്പോർട്ടിൽ എത്തിയിട്ട് തിരിയുമ്പോഴാണ് നമ്മുടെ ട്രേഡ്. ഇനി നമുക്ക് സ്ട്രാറ്റജി മോഡൽ നമ്പർ 1 എന്ന് വിളിക്കാം. ഇപ്പോൾ റേഞ്ച് ട്രേഡിങ്ങിൽ 2 സെറ്റപ്പാണ് പ്രധാനമായിട്ടും നല്ല ഹൈ ക്വാളിറ്റി സെറ്റപ്പുകൾ വരാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു 3 കാരണങ്ങൾ വേണം ട്രേഡ് എടുക്കാൻ. നമ്പർ 1, നമ്മളിപ്പോൾ എവിടെ നിന്നാണോ ഒരു റിവേഴ്സൽ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ കാണുന്നത്, അല്ലെങ്കിൽ ഹൈക്കനാഷി ചാർട്ടിൽ കാൻഡിൽ ഗ്രീൻ ആവുന്നത്, അവിടെ നിന്ന് നമ്മൾ ബൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെപ്പോഴും ഒരു സപ്പോർട്ടിലായിരിക്കണം, തൊട്ട് മുമ്പ് ഒരു സപ്പോർട്ട് ലെവലിലായിരിക്കണം ഇത് തിരിയണത്. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ നമ്പർ 1 എന്ന് പറയുന്നത് മിനിമം 1 റീസെൻ്റ് സപ്പോർട്ട്. നമ്പർ 1 റീസൺ. രണ്ടാമത്തത് ഓപ്പോസിറ്റ് സൈഡിൽ ഹൈസ് ഭൂമിക്ക് സമാന്തരമായിരിക്കണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഓൾറെഡി ഒരു പേര് പഠിച്ചിട്ടുണ്ട് ട്രെൻഡ് ട്രേഡിങ്ങിൽ, പാരലൽ ഹൈസ് എന്നാണ് പഠിച്ചത്. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ചെരിവുണ്ടെങ്കിൽ, ഒരു ഡയഗണൽ ആയിട്ടുള്ള ലൈൻ ഒരേ ആംഗിളിലാവുമ്പോഴാണ് പാരലൽ എന്ന് പറയാം. ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് വിളിക്കാം, ഫ്ലാറ്റ് റെസിസ്റ്റൻസ് ടു ഫ്ലാറ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്രോച്ച് APPROACH സ്പീഡ്. അതായത് ഇവിടുന്ന് താഴത്തേക്ക് വീഴുന്നത് നല്ല സ്പീഡിലായിരിക്കണം. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം, നല്ല മൊമെൻറ്റത്തിലായിരിക്കണം ഇവിടുന്ന് താഴത്തേക്ക് വീഴുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് വളഞ്ഞൊടിഞ്ഞ് പതുക്കത്തരുത്. ഇവിടെ നല്ല സ്പീഡിൽ വന്നിട്ട് ഈ സപ്പോർട്ടിൽ പതിച്ചിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്പർ 1 മിനിമം ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം മുമ്പ്, റീസെൻ്റായിട്ട്, പഴയതല്ല റീസെൻ്റായിട്ട് തൊട്ടടുത്ത്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നല്ലത്. ഇവിടെ ഒരു പ്രാവശ്യം കൂടി സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി, പക്ഷെ മിനിമം ഒരെണ്ണം വേണം. 2 ഫ്ലാറ്റ് റെസിസ്റ്റൻസ്, അതായത് അത് എവിടെ നിന്നാണോ വീണത് അതൊരു റെസിസ്റ്റൻസ് ആണ്, അതിന് മുന്നും ഒരു റെസിസ്റ്റൻസ് സെയിം ആംഗിളിൽ, അതായത് ഭൂമിക്ക് സമാന്തരമായിട്ട് ഫ്ലാറ്റ് എന്ന് പറയാം, ഫ്ലാറ്റ് റെസിസ്റ്റൻസ് വേണം. പിന്നെ മാർക്കറ്റ് താഴേക്ക് വീഴുന്നത് വളരെ സ്പീഡിലായിരിക്കണം. ക്ലിയർ അല്ലേ. ഇതാണ് നമ്മുടെ സിനാറിയോ നമ്പർ 1. ആ ഒരു പിക്ചർ മനസ്സിൽ കിട്ടിയോ? അത് കഴിഞ്ഞാൽ നമുക്ക് സിനാറിയോ നമ്പർ 2 നോക്കാം. സാറേ ഇതൊക്കെ ടൈം ഫ്രെയിം ബെസ്റ്റ് 4 hour ആണോ അതോ എല്ലാത്തിലും? അങ്ങനെയല്ല, എല്ലാ ടൈം ഫ്രെയിമുകളിലും ഇതൊക്കെ വർക്കാവും. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ഈസ് ഫ്രാക്റ്റൽ എന്നാണ് പറയുക. ഫ്രാക്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു ടൈം ഫ്രെയിം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ പക്ഷേ കൂടുതൽ ആക്യുറസി അല്ലെങ്കിൽ വിന്നിങ് റേറ്റ് വലിയ ടൈം ഫ്രെയിമുകളിലാണ് കിട്ടുക. അപ്പോൾ 4 മണിക്കൂറിൽ ചെയ്യുന്നേക്കാളും വിന്നിങ് റേറ്റ് ആയിരിക്കും 1 ഡേയുടെ ചാർട്ടിൽ ചെയ്താൽ. 1 ഡേയുടെ ചാർട്ടിൽ ചെയ്യുന്നേക്കാളും വിന്നിങ് റേറ്റ് ആയിരിക്കും 1 വീക്കിൽ ദീർഘകാലത്തേക്കുള്ള ട്രേഡ് സെറ്റപ്പ് എടുത്താൽ. പക്ഷേ എപ്പോഴും നമുക്ക് ദീർഘകാലത്തേക്ക് എടുക്കുമ്പോൾ കൂടുതൽ നാൾ ഒരു ട്രേഡിന് വേണ്ടി നമ്മളുടെ ക്യാപിറ്റൽ ലോക്കായി കിടക്കല്ലേ. അപ്പോൾ
ഷോർട്ടർ ടൈം ഫ്രെയിമിലായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി, ലാർജർ ടൈം ഫ്രെയിമിലായിരിക്കും കൂടുതൽ വിന്നിങ് റേറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസാണ് 4 അവർ ചാർട്ട്. ഫോറക്സിൽ പ്രാചീനമായിട്ടും പരമ്പരാഗതമായിട്ടും ഫോറക്സിൽ സ്വിംഗ് ട്രേഡേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നത് 4 അവർ ചാർട്ടാണ്. ചില ആൾക്കാർ വളരെ അപൂർവമായിട്ട് ഡേ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യും. ഡേ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്താൽ കുറേ ദിവസങ്ങൾ കാത്തിരിക്കേണ്ട വരും ഒരു ട്രേഡ് കിട്ടാൻ. എല്ലാ ദിവസവും ട്രേഡ് ഉണ്ടാവണമെന്നില്ല, ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ട്രേഡൊക്കെ കിട്ടുള്ളൂ. അതുപോലെ ഒരു ട്രേഡ് എടുത്താൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരും അതിൻ്റെ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ. അപ്പോൾ കുറച്ചുകൂടി 4 അവർ ചാർട്ടാണെങ്കിൽ ഒരു 2 ദിവസം മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ, ഇപ്പോൾ ഒന്ന് ഈ ഒരാഴ്ച എടുത്ത ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കും തീരുമാനവും. റെക്കോർഡിങ് നടക്കുന്നില്ലേ? 2 ഡ്യൂപ്ലിക്കേറ്റ് ആപ്പ് കിടക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ റേഞ്ച് ട്രേഡിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. റേഞ്ച് ട്രേഡിങ്ങിൽ തന്നെ 2 സെറ്റപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് സെറ്റപ്പാണിത്. ഓക്കെ, അപ്പോൾ അടുത്ത സെറ്റപ്പ് കാണല്ലേ? ഇത് കൃത്യമായിട്ട് മനസ്സിലുണ്ടെങ്കിൽ അടുത്ത സെറ്റപ്പിലേക്ക് പോവാം. ചെറിയ വ്യത്യാസമുള്ളൂ അടുത്ത സെറ്റപ്പ്. അപ്പോൾ രണ്ടാമത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്ത് തുടങ്ങാം. ഇതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സോൺ എന്തായാലും റേഞ്ച് ട്രേഡിങ്ങിന് വേണം. പക്ഷേ ഈ കുത്തിൽ 2 സപ്പോർട്ട് വേണം. അതായത് സപ്പോർട്ട് 1 ഒരു പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ടാവണം, വീണ്ടും സപ്പോർട്ട് 2, മിനിമം 2 സപ്പോർട്ടെങ്കിലും ഉണ്ടായിരിക്കണം. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഒരു ഫ്ലാറ്റ് റെസിസ്റ്റൻസ് വേണമെന്നില്ല, അതായത് സിമിലർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് വേണമെന്നില്ല. ഇത് ഇപ്പം ഇവിടെ ഈ റെസിസ്റ്റൻസ് നിൽക്കുന്നതിൽ മേലെ നിൽക്കണം അവസാനത്തെ റെസിസ്റ്റൻസ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? അപ്രോച്ച് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം, അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്പീഡ് വേണമെന്നില്ല, പക്ഷേ ഡിസ്റ്റൻസ് വേണം. മനസ്സിലായി? അപ്പോൾ ഇവിടെ അപ്രോച്ച് സ്പീഡായിരുന്നു, അപ്പോൾ ഇവിടെ അപ്രോച്ച് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സ്പീഡ് വേണമെന്നില്ല, ഡിസ്റ്റൻസ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറയാം, അതിന് മുമ്പ് മാർക്കറ്റ് എവിടെ നിന്നാണോ ഫോളോ ചെയ്യുന്നത് അതിനേക്കാളും മേലേന്ന് ഫോളോ ചെയ്തിട്ടുണ്ടാവണം, താഴേന്ന് ഫോളോ ആവരുത്. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് വിട്ട ശേഷം ഒരുപാട് അകലേക്ക് പോയിട്ട് വേണം തിരിച്ചു വരാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് മതിയായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് 2 സപ്പോർട്ടെങ്കിലും മിനിമം മുമ്പ് ഉണ്ടായിട്ടുണ്ടാവണം. ഇതാണ് റേഞ്ച് ട്രേഡിങ്ങിൻ്റെ രണ്ടാമത്തെ സ്ട്രാറ്റജി മോഡൽ. അപ്രോച്ച് ഡിസ്റ്റൻസ്, മിനിമം 2 റീസെൻ്റ് സപ്പോർട്ട് ബിഫോർ, അല്ലേ? പിന്നെ ഫ്ലാറ്റ് റെസിസ്റ്റൻസ് വേണ്ട, അപ്രോച്ച് ഡിസ്റ്റൻസ് ഉണ്ടായാൽ മതി. ക്ലിയർ അല്ലേ? ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഇവിടെ മൊമെൻറ്റം വേണമെന്നില്ല, സ്പീഡ് വേണമെന്നില്ല. സ്പീഡ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, അതായത് മാക്സിമം അകലേന്ന് വരണം. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, ഒരു നല്ല സപ്പോർട്ട് എപ്പോഴും തിരിച്ചറിയാൻ ഒരു എലമെൻ്റാണ് എന്ത്? ഫ്രീക്വൻസി. എത്ര പ്രാവശ്യം മാർക്കറ്റ് മുമ്പ് സപ്പോർട്ട് എടുത്തുവോ അത്രയും സാധ്യത കൂടുതലുണ്ട് മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ. അപ്പോൾ 3 പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ബെറ്റർ. അപ്പോൾ മിനിമം 2 പ്രാവശ്യം വേണം. അതുപോലെ എത്ര അകലയിൽ നിന്ന് മാർക്കറ്റ് ഒരു സപ്പോർട്ടിലേക്ക് എത്തുന്നുവോ അത്രയും സാധ്യതയുണ്ട് മാർക്കറ്റ് അവിടെ നിന്ന് തിരിക്കാൻ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സെൽ എക്സാമ്പിൾ കാണാം, അല്ലേ? മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു, ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ ആവാം, അല്ലേ? അപ്പോൾ ആ സ്റ്റോക്ക് വീണ്ടും ആ ഒരു പ്രൈസിലേക്ക് അപ്രോച്ച് ചെയ്യും തോറും ഇവിടുന്ന് വാങ്ങിയവരൊക്കെ ഇവിടെ വരെ റൈഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുക. അതായത് ഇവിടെ എത്തിയിട്ട് രണ്ടിലും തീരുമാനിക്കാമെന്നാണ് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കുറച്ച് പേര് ഇതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത 50-50 ആണ് എന്ന് വിചാരിച്ച് കുറച്ച് പേര് വിൽക്കാൻ തുടങ്ങും. അപ്പോൾ മാർക്കറ്റ് കുറച്ചും താഴേക്ക് വീഴും. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ വിചാരിച്ച പോലെ തന്നെ മുമ്പ് മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയ സ്ഥലത്ത് വീണ്ടും റെസിസ്റ്റൻസ് ആവുന്നു, അല്ലേ? അപ്പോൾ പല ആൾക്കാരും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അതായത് കുറേ പേര് വിൽക്കണം കണ്ടിട്ട് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് പോകണം കണ്ടിട്ട് പേടിച്ച് കുറേ പേര് ആൾക്കാർ വിൽക്കും. അതുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിപ്പൽ ചെയ്യണത്. അപ്പോൾ ഇതിൽ എത്ര അകലേന്നാണോ ഈ ഒരു മാർക്കറ്റ് കയറി ആ ഒരു റെസിസ്റ്റൻസിലേക്ക് വരുന്നത് അത്രയും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ട്രേഡേഴ്സിൻ്റെയും പിന്തുണ ഉണ്ടായിരിക്കും അവിടെ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ. അപ്പോൾ എല്ലാവരും കൂടി പ്രോഫിറ്റ് എടുക്കലാണ് ഈ മാർക്കറ്റ് വീണ്ടും ഇവിടെ നിന്ന് വീഴാനുള്ള കാരണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട്, ടെക്നിക്കൽ അനാലിസിസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് എത്ര അകലേന്നാണോ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് അത്രയും സാധ്യത കൂടുതലാണ് അവിടെ നിന്ന് തിരിക്കാൻ.
അത് തന്നെ നേരെ തിരിച്ചിടുകയാണ് നമ്മൾ. അപ്രോച്ച് ഡിസ്റ്റൻസ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ബൈ ചെയ്യരുത്. കാരണം വീണ്ടും ഇങ്ങനെ പോയി ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാവാനാണ് സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അത് ബ്രേക്ക് ആവാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ മുമ്പ് ഉണ്ടാക്കിയ ദൂരത്തിനേക്കാളും, മുമ്പ് മാർക്കറ്റ് എവിടെ നിന്നാണോ വന്നത് അതിനേക്കാളും വളരെ ദൂരം അകലേന്ന് വരികയാണെങ്കിൽ മാർക്കറ്റ് അത്രയും തിരിക്കാനുള്ള സാധ്യത കൂടുന്നു. ഈസി അല്ലേ? രണ്ട് നമുക്കൊന്ന് കാണാപ്പാടം പറയാൻ പറ്റുമോ? സ്ട്രാറ്റജി മോഡൽ 1, സ്ട്രാറ്റജി മോഡൽ 2 എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്? സ്ട്രാറ്റജി നമ്പർ 1 മിനിമം ആ ഒരു സപ്പോർട്ട് ഓക്കെ വേണം, റീസെന്റ് സപ്പോർട്ട് വേണം. ഓക്കെ, ഫ്ലാറ്റ് റെസിസ്റ്റൻസ്, 2 ഫ്ലാറ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്രോച്ച് സ്പീഡ്. സെക്കൻഡ് വൺ സപ്പോർട്ട്, മിനിമം 2 സപ്പോർട്ട്. മിനിമം 2 ഓക്കെ, സപ്പോർട്ട്. ദെൻ അപ്രോച്ച് ഡിസ്റ്റൻസ് മതി, സ്പീഡ് വേണം നിർബന്ധമില്ല. ദെൻ അത്ര രണ്ടുള്ളൂ അല്ലേ? 2 സപ്പോർട്ട് വളരെ സ്ട്രോങ് ആണെങ്കിൽ. അപ്പോൾ ഇത് ശരിക്കും ഇത് 2 സ്ട്രാറ്റജി മോഡൽ. ആ പറഞ്ഞോ. മൊമെന്റം കുറവ് മതി, റെസിസ്റ്റൻസ് എന്നുള്ള മൊമെന്റം കുറവ്. രണ്ടാമത്തെ മോഡലിൽ കുറവ് മതി, അതുകൊണ്ടാണ് ഇത് മാർക്ക് ചെയ്യാത്തത്, ഇത് ആരോ മാർക്ക് ചെയ്യാത്തത്. ഉണ്ടെങ്കിൽ നല്ലത്. അപ്പം മിനിമം റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് മിനിമം 2 സപ്പോർട്ട് വേണം. മാർക്കറ്റ് മുമ്പുണ്ടാക്കിയ ഹൈയേക്കാൾ മേലേന്ന് താഴ്ത്തിക്കുക എന്നുണ്ടാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 സ്ട്രാറ്റജി മോഡലായിട്ട് ഓർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കോർ പ്രിൻസിപ്പിൾസ് ഓർത്ത് വയ്ക്കാം. അതായത് സപ്പോർട്ട് എത്ര സ്ട്രോങ് ആണ്, എത്ര അകലെന്നാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിട്ടാണ് സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ വാങ്ങണോ വാങ്ങണ്ടേന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ 2 സ്ട്രാറ്റജി മോഡൽസും കൂടി ഒറ്റ സെൻറ്റൻസിലാക്കാം, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളാക്കിയിട്ട് ഓർത്ത് വയ്ക്കാം. മാർക്കറ്റ് എത്ര പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ, ഫ്രീക്വൻസി എത്ര അകലെന്നാണോ മാർക്കറ്റ് സപ്പോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്, ഈ 2 ഫാക്ടേഴ്സ് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങണോ വാങ്ങണ്ടേന്ന് തീരുമാനിക്കുന്നത്. ഒരുപാട് മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് നല്ല അകലേന്ന് വന്നാൽ അടിപൊളി അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ബ്രേക്ക് ഔട്ട് സെറ്റപ്പ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിലെ ട്രെൻഡ് സെറ്റപ്പ് മാത്രമാണ് കണ്ടുള്ളൂ, കാരണം ട്രെൻഡ് സെറ്റപ്പിൽ കുറച്ച് കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. റേഞ്ചും ബ്രേക്ക് ഔട്ട് റിവേഴ്സിലും കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ അത് 3 നമുക്ക് കാണാം. അപ്പോൾ അടുത്തത് ബ്രേക്ക് ഔട്ട് സെറ്റപ്പ്. ബ്രേക്ക് ഔട്ട് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ്, അതായത് മാർക്കറ്റ് ഒരു സീലിംഗ് പോലെ വർക്ക് ചെയ്യുന്ന സ്ഥലം അല്ലേ, അതാണ് റെസിസ്റ്റൻസ്. അതിൽ മൾട്ടിപ്പിൾ ടൈംസ് ഇടിച്ചിടിച്ച് അവസാനം അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കിടക്കുമ്പോൾ ബൈ ചെയ്യുന്നതിനെയാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഇവിടെ മാർക്കറ്റ് നന്നായിട്ടൊന്ന് കോൺട്രാക്റ്റ് ചെയ്യാറുണ്ട്, ചുരുങ്ങാറുണ്ട്. അപ്പോൾ ഇത് പല സമയങ്ങളിലും പല പാറ്റേൺസുകളായിട്ടാണ് നമുക്ക് കാണാറ്. തന്നെയല്ല, ഇത് ഭൂമിക്ക് സമാന്തരമായ ഒരു റെസിസ്റ്റൻസ് വേണമെന്നില്ല, ചിലപ്പോൾ ചെരിഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് ആവാം. ചെരിഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസുമ്പോൾ പല തരത്തിൽ മാർക്കറ്റ് അടിച്ചത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബൈ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രേക്ക് ഔട്ട്സ് പൊതുവേ ചാർട്ട് പാറ്റേൺസ് എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. അതായത് മനുഷ്യർക്ക് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില ഷേപ്പുകൾ ബേസ് ചെയ്തിട്ടാണ് ചാർട്ടിൽ രൂപപ്പെടാറ്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഉണ്ടായിട്ട് അതിൽ നിന്ന് അത് പോകേണ്ട ഡയറക്ഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ബേസിക്കലി ഈ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ചാർട്ട് പാറ്റേൺ ട്രേഡിംഗ് എന്ന് വേണമെങ്കിൽ ഒരു പര്യായമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മളിന്ന് ചാർട്ട് പാറ്റേൺസ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ചാർട്ട് പാറ്റേൺസ്, ആരെങ്കിലും ചാർട്ട് പാറ്റേൺസ് ഒക്കെ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാറുണ്ടോ? ചാർട്ട് പാറ്റേൺസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ബുള്ളിഷ് ഫ്ലാഗ് ഒക്കെയാണോ? അതെ, ബുള്ളിഷ് ഫ്ലാഗ് ഒരു ചാർട്ട് പാറ്റേൺ ആണ്. ട്രയാങ്കിൾ. അതെ. അപ്പോൾ നമ്മൾ വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പാറ്റേൺസിൻ്റെ പേരുകൾ കാണാം. ചാർട്ട് പാറ്റേൺസ് ക്ലാസിക്കലായിട്ട് വേൾഡിൽ ട്രേഡേഴ്സ് എല്ലാവരും ഉപയോഗിക്കുന്ന കുറേ പാറ്റേൺസുകളുടെ പിക്ചേഴ്സുകൾ കാണാം. ഇപ്പോൾ നമ്മളൊരു പരിധിവരെ ഗൂഗിൾ ഇമേജിന് അധികം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഗൂഗിൾ ഇമേജിൽ പലപ്പോഴും ചെറിയ മിസ്റ്റേക്സുകളൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഏറ്റവും കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, മോർ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാർട്ട് പാറ്റേൺസ് പഠിക്കാം. അപ്പോൾ കുറേ ചാർട്ട് പാറ്റേൺസ് പഠിച്ചു വയ്ക്കുന്നതിനേക്കാളും പഠിക്കുന്ന ചാർട്ട് പാറ്റേൺസ് മാക്സിമം ചാർട്ടിൽ കണ്ടെത്താനുള്ള എക്സസൈസുകൾ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അത്
ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് തുടങ്ങി പഠിക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ബുള്ളിഷ് വെർഷൻസ് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അത് നേരെ തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ ബെയറിഷ് വെർഷൻസ് കിട്ടും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് ഡബിൾ ബോട്ടം, ഒരു W ഷേപ്പ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ യൂറോ USDയിൽ പിണ്ടായിരിക്കണത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു W പാറ്റേൺ ആയിട്ട് കാണാം. പക്ഷേ ഇത് എന്ന് വിചാരിച്ച് നമ്മളിതൊരു ചാർട്ട് പാറ്റേൺ ആയിട്ട് കൂട്ടാറില്ല. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് പ്രീ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺ പഠിച്ച പോലെ ഹാമർ വരണമെങ്കിൽ മാർക്കറ്റ് മുകളിൽ നിന്ന് വരണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ള പോലെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ സാധാരണയായിട്ടൊരു ഡബിൾ ബോട്ടം എന്ന് പറയുന്നത് മാർക്കറ്റിൽ വലിയ ഒരു ഫോള് അതിൻ്റെ എൻഡിൽ വരുമ്പോഴാണ് നമുക്കതിന് വളരെ പ്രസക്തിയുള്ളത്. പോയിന്റ് നമ്പർ 1. അപ്പോൾ മുമ്പത്തെ മാർക്കറ്റ് വലിയൊരു ഫോൾ ആയിരിക്കണം. ബുള്ളിഷ് ഹാമർ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ബുള്ളിഷ് ഹാമർ ഒരു റിവേഴ്സൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. ഡബിൾ ബോട്ടം ഒരു റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ ആണ്. രണ്ടും ബുള്ളിഷാണ്, അതായത് മാർക്കറ്റിന് ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രീ റിക്വയർമെൻറ്റ്. ഇങ്ങനെ വന്നാൽ പോരാ, മാർക്കറ്റ് ഒരുപാട് അകലെയെന്ന് വരണം. 2, മാർക്കറ്റ് ഒരു കീ ലെവലിലാണ് ചാർട്ട് പാറ്റേൺസ് വളരെ സ്ട്രോങ് ആവുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചാർട്ട് പാറ്റേൺ ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയും കാണുന്ന ചാർട്ട് പാറ്റേൺസ് ട്രേഡ് ചെയ്യരുത്. നല്ലൊരു കീ ലെവലിൽ കാണുന്ന ചാർട്ട് പാറ്റേൺ ആണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് കീ ലെവൽ? കീ ലെവൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലെവൽ. അപ്പോൾ ബേസിക്കലി നമ്മൾ പഠിച്ച ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലേ, മുമ്പ് റെസിസ്റ്റൻസ് ആയ സ്ഥലമായാലും മതി, മുമ്പ് സപ്പോർട്ടായ സ്ഥലമായാലും മതി. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ എങ്ങനെ കണ്ടെത്താം. അതിന് നല്ല അപ്രോച്ച് ഡിസ്റ്റൻസ് വേണം, ബൗൺസ് ഡിസ്റ്റൻസ് വേണം. അപ്രോച്ച് സ്പീഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബൗൺസ് സ്പീഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ബെറ്റർ അല്ലേ. ഒന്നിലധികം പ്രാവശ്യം സപ്പോർട്ടായ സ്ഥലം ബെസ്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതുപോലെ നല്ലൊരു സപ്പോർട്ടിൽ ഇത് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല ട്രേഡബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആവുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഡബിൾ ബോട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏകദേശം ഒരു 10-20 ക്യാൻഡിൽസിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അതായത് ഒരുപാട് ക്യാൻഡിൽസ് ഉണ്ടായാൽ അതൊരു നല്ല ഡബിൾ ബോട്ടമായിട്ട് പരിഗണിക്കരുത്. വെറുതെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഇങ്ങോട്ട് വന്നു, പിന്നെ ഒരു ക്യാൻഡിൽ ഇങ്ങോട്ട് പോയി, പിന്നെ വീണ്ടും ഒരു ക്യാൻഡിൽ ഇങ്ങോട്ട് വന്നു, പിന്നെ വീണ്ടും ഒരു ക്യാൻഡിൽ ഇങ്ങോട്ട് പോയി. അപ്പം അത്രയും ചെറിയ 4 ക്യാൻഡിൽസ് കൊണ്ടുള്ള പാറ്റേൺസും ആക്യുറസി വളരെ കുറവാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺസോൾട്ടേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഒരു ബൈയിങ് പ്രഷർ വന്നു, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് താഴേക്ക് വരുമ്പോൾ അവിടെ തന്നെ വീണ്ടും ഒരു ബൈയിങ് പ്രഷർ എമർജ് ആവുന്നു. അപ്പോൾ ഇതുപോലെ ഇരിക്കും അല്ലേ. മാർക്കറ്റിന് താഴ്ത്തേക്ക് വന്നു ഭും, അത് കഴിഞ്ഞ് വീണ്ടും താഴ്ത്തേക്ക് വന്നു ഭും. അപ്പോൾ രണ്ടാമത്തെ പോക്ക് മുമ്പത്തെ ഈ പോക്കിനേക്കാളും മേലേക്ക് പോകണം. അപ്പോഴാണ് ആക്ച്വലി അത് ഡബിൾ ബോട്ട് ആവുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു W ആയിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എന്നാലും നമുക്കത് വളരെ സമ്മറൈസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം അല്ലേ. അപ്പോൾ ഒരു W ഇട്ടിട്ട് അതിൽ മുമ്പത്തെ ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോഴാണ് ആ പാറ്റേൺ പൂർണ്ണമാവുന്നത്. അപ്പോൾ ഒരു ഡബിൾ ബോട്ടം വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കരുത്. ഇത് ഡബിൾ ബോട്ടം അല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലെഗ് മുകളിലേക്ക് കയറുമ്പോൾ മാത്രമാണത് ഫിനിഷ് ആവുന്നത്. അപ്പോഴാണത് നമ്മൾ ട്രേഡബിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആവുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പാറ്റേൺ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ബെയറിഷ് വെർഷൻസ് നമുക്ക് ലാസ്റ്റ് കണക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ബെയറിഷ് വെർഷൻ, ഡബിൾ ടോപ്പ് അല്ലേ, M ഷേപ്പ്. സാർ അതിന്റെ കാൻഡിൽ മിനിമം എത്രയാണ് സാർ പറഞ്ഞത്? 10 to 20 ആണോ? ഏകദേശം ഒരു 10 to 20. അപ്പോൾ അത് ഒരിക്കലും അളക്കാനും നിൽക്കണ്ട, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരുപാട് ക്യാൻഡിൽസ് കൊണ്ട് ഇങ്ങനെ കുറേ ക്യാൻഡിൽസ് കൊണ്ട് താഴ്ത്ത് വന്നിട്ട് വീണ്ടും ഇങ്ങനെ പോയിട്ട് വീണ്ടും കുറേ ക്യാൻഡിൽസ് കൊണ്ട് താഴ്ത്ത് വന്ന് വീണ്ടും ഇങ്ങനെ പോയിട്ട് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ബൈ ചെയ്യരുത്. കാരണം എന്താ, മാർക്കറ്റ് ഓവർ സ്ട്രെച്ചഡ് ആയിട്ട് നിൽക്കുകയാണ്. അത് വീണ്ടും താഴ്ത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, അറേഞ്ചിങ് മാർക്കറ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരുപാട് മാർക്കറ്റ് താഴ്ത്തേക്ക് വന്നതിന് ശേഷം ഒന്ന് കയറാൻ നോക്കി, വീണ്ടും ഒന്ന് കയറാൻ നോക്കി, ഇതിൻ്റെ ഹൈ കട്ട് ചെയ്ത് ബൈ. അപ്പോൾ ഇത് ബൈ ആവണമെങ്കിൽ ഇവിടെ നമ്മൾ നല്ലൊരു കീ ലെവലിലായിരിക്കണം ഇത് സംഭവിച്ചത്. നമ്മൾ ഒരിക്കലും വാട്ടറിൽ അല്ലെങ്കിൽ എയറിൽ നിൽക്കരുത്. വാട്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ, എയർ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അത് കറക്റ്റ് കീ ലെവലിലായിരിക്കണം കാണേണ്ടത്. അപ്പോൾ അതിനുമായി റിലേറ്റ് ചെയ്യാവുന്ന അടുത്തൊരു പാറ്റേൺ ആണ് ട്രിപ്പിൾ ബോട്ടം അല്ലേ. സെയിം പ്രിൻസിപ്പിൾ, അതും ഒരു കീ ലെവലിൽ കാണണം. ഇതുപോലെ 2 W അല്ലേ. അപ്പോൾ നെക്ക് ലൈൻ കട്ട് ചെയ്യുമ്പോഴാണ് ആ ട്രിപ്പിൾ ബോട്ടം കംപ്ലീറ്റ് ആവുന്നത്.
നെക്ക് ലൈൻ എന്നാണ് ഇതിനെ പറയുക. അതായത് ഇതിന് മുമ്പ് ഉണ്ടാക്കിയ 2 റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ 2 റെസിസ്റ്റൻസ് കൂട്ടി വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് നെക്ക് ലൈൻ. നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ്, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ പാറ്റേൺ പൂർണ്ണമാവുന്നത്. ഇതും ഇതുപോലെ തന്നെ ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. അതായത് മാർക്കറ്റ് നല്ല അകലയിൽ നിന്ന് വന്ന് ഒരു കീ ലെവൽ. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു വെറൈറ്റി കീ ലെവൽ പഠിക്കാം. എന്താണ്? റൗണ്ട് നമ്പർ. നമ്മൾ മുന്നേ ട്രെൻഡ് ട്രേഡിങ്ങിൽ കണ്ടതാണ്, പക്ഷേ ഇവിടെ റൗണ്ട് നമ്പർ വളരെയധികം പ്രസക്തിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് നമ്പറിൽ ഇതുപോലത്തുള്ള ഡബിൾ ബോട്ടം, ട്രിപ്പിൾ ബോട്ടം വരണമെങ്കിൽ അതൊരു കീ ലെവൽ തന്നെയാണ്. അപ്പോൾ കീ ലെവൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും സപ്പോർട്ട് തന്നെ ആവണമെന്നില്ല, റെസിസ്റ്റൻസ് തന്നെ ആവണമെന്നില്ല. അത് റൗണ്ട് നമ്പർ ആവാം, ഫിബ് ലെവൽസ് ആവാം, ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഫിബ് ലെവലാവാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ട്രെൻഡിങ് മാർക്കറ്റ് അല്ലേ, നമ്മൾ ട്രെൻഡിങ് മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കവേ ഇവിടം തുടങ്ങി തിരിച്ച് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ള എൻ്റെ ഗോൾഡൻ റേഷ്യോ ആണ് ഏകദേശം ഇവിടെ അല്ലേ, ഒരു 68% എന്ന് വിചാരിച്ചോ. ഇതുപോലത്തെ ഒരു സ്ഥലത്തെത്തുമ്പോൾ മാർക്കറ്റ് ആരോ വാങ്ങുന്നു, അതിന് വീണ്ടും താഴ്ത്തേക്ക് വരുന്നു, വീണ്ടും വാങ്ങുന്നു, വീണ്ടും താഴ്ത്തേക്ക് വരുമ്പോൾ വീണ്ടും വാങ്ങുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചിട്ട് ഇതിന് മുമ്പൊക്കെ വാങ്ങിയപ്പോൾ എന്തോരം മുകളിലേക്ക് പോയി അതിനേക്കാൾ മുകളിലേക്ക് കടക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇത് ട്രെൻഡ് ട്രേഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ട്രെൻഡ് ട്രേഡാണ്. ബ്രേക്ക് ഔട്ട് ട്രേഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന 4 സെപ്പറേറ്റ് ട്രേഡിങ് ടൈപ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെർജ് ചെയ്തൊക്കെ വരാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ട്രെൻഡ് ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡായിട്ട് കാണാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് കീ ലെവൽ? ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ വരച്ചപ്പോൾ ഒന്ന് തെറ്റിപ്പോയി. ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇല്ല എന്ന് വിചാരിച്ചോ. ഇവിടുന്ന് വന്നു അല്ലേ, വീണ്ടും ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെയാണ് പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇല്ല, ഫിബ് ലെവൽ മാത്രമേ ഉള്ളൂ അല്ലേ, റൗണ്ട് നമ്പറും ഇല്ല. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു കീ ലെവലിലാണ് ഈ ഡബിൾ ബോട്ടം, ട്രിപ്പിൾ ബോട്ടം പോലെയുള്ള പാറ്റേൺസിന് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ ഇനി ട്രിപ്പിൾ ബോട്ടം നമുക്ക് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ട്രിപ്പിൾ ബോട്ടം 3 ബോട്ടം ഓൾമോസ്റ്റ് തുല്യമാണ് അല്ലേ. അതപ്പോൾ ഒരിക്കലും തുല്യമായിട്ട് പ്രതീക്ഷിക്കരുത്. ഏകദേശം ഒരു സോണിൽ, ഇവിടെയും ഏകദേശം ഒരു സോണിൽ ഇങ്ങനെ നിന്നിട്ട് ഇതിൻ്റെ ഹൈ കട്ടാവണം അല്ലേ. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. അപ്പോൾ ഈ ട്രിപ്പിൾ ബോട്ടത്തിൻ്റെ ഈ ഹെഡ്, അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ്റെ ഷോൾഡർ, ഒരു ഹെഡ്, ഒരു ഷോൾഡർ അല്ലേ. അത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറായി. ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു ഷോൾഡർ, ഒരു ഹെഡ്, വീണ്ടും ഒരു ഷോൾഡർ. അപ്പോൾ ട്രിപ്പിൾ ബോട്ടം എന്ന് പറയുന്നത് ഈ 3 ബോട്ടം ഒരുപോലെ ആയിരിക്കും, സിമിലർ ആയിരിക്കും. ഹെഡ് ആൻഡ് ഷോൾഡറിൽ ഈ ഒരു ഹെഡ് കുറച്ചും കൂടി വലുതാവാണ് അല്ലേ, ഇതുപോലൊരു പാറ്റേൺ. അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്ന ഒരു പാറ്റേൺ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. അതായത് മുമ്പ് മാർക്കറ്റ് ഒരുപാട് താഴ്ത്തേക്ക് വരണം, വലിയൊരു റാലി കഴിഞ്ഞ് പിന്നെ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ, അപ്പോൾ ഈ മുമ്പ് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തപ്പോൾ ഇവിടുന്ന് ലോ അല്ലേ, ഒരു ലോവർ ഹൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ടൊരു ഈക്വൽ ഹൈ ഉണ്ടാക്കുകയാണ്. അവിടെയാണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് തുടങ്ങുന്നത്. അപ്പം എങ്ങനെയാണ്? ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ചു. ഓക്കെ, ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഈക്വൽ ഹൈയും ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ പ്രസക്തി. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് ലോവർ ഹൈസ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവസാനം ഉണ്ടാക്കിയ ലോവർ ഹൈയുടെ അത്രയും തന്നെ ഒരു ഇമ്പൾസീവ് മൂവ് ഇവിടുന്ന് വരികയാണ്. അതായത് ഇവിടുന്ന് നല്ലൊരു ഫണ്ടിങ് കയറി വരുന്നു, പക്ഷെ അതിന് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനായില്ല. ഇവിടെ എത്തിയപ്പോൾ പതിവ് പോലെ തന്നെ ഇവിടെ സെല്ല് ചെയ്തവർ ഒരു റെസിസ്റ്റൻസും ഇവിടുത്തെ ഒരു സപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ആ ഒരു കീ ലെവലിൽ ട്രേഡ് ചെയ്യുന്നവർ, സെല്ല് ചെയ്യുന്നവർ വീണ്ടും സെല്ല് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ആ സെല്ലിന് വലിയ ആയുസ് ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്മാർ ഇവിടെ നിന്ന് വാങ്ങിയവർ വീണ്ടും ചുളിവ് വിലയ്ക്ക് കിട്ടാൻ വേണ്ടിയിരിക്കുകയാണ് വീണ്ടും വാങ്ങാൻ. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് വാങ്ങിയവർ തന്നെ വീണ്ടും കുറച്ച് ഫിബൊനാച്ചി 61 അല്ലെങ്കിൽ 78 വീണ്ടും തിരിച്ചു വന്നപ്പോൾ വീണ്ടും വാങ്ങി. അപ്പോൾ മാർക്കറ്റ് വീണ്ടും ഇതിടിച്ച് പൊളിച്ച് മോഡിലേക്ക് കയറി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എൻട്രി, ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്.
പിന്നെ ഇത് നേരെ തിരിച്ചിട്ടാൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആയി. അപ്പോൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുണ്ടായ അപ് ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഓരോ പ്രാവശ്യം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഹൈ, ഹയർ ഹൈ, ഹയർ ഹൈ, ഹയർ ഹൈ അല്ലേ. ഇവിടെ ലോ, ഹയർ ലോ, ഹയർ ലോ, ഹയർ ലോ ആയിട്ടാണ് പോയത്. ഒരു പ്രാവശ്യം മാർക്കറ്റ് താഴ്ത്തേക്ക് വീണപ്പോൾ ആരും വാങ്ങാനുണ്ടായില്ല അല്ലേ. ഇവിടെ ഒരു 30% എത്തിയപ്പോഴേക്കും വാങ്ങി, ഇവിടെയും 30% എത്തിയപ്പോൾ വാങ്ങി, ഇവിടെ 50% എത്തിയപ്പോഴാണ് വാങ്ങിയത്. പക്ഷേ ഇവിടെ 50-നും 61-ഒന്നും ആരും വാങ്ങാനുണ്ടായില്ല. അപ്പോൾ മാർക്കറ്റ് ഒരുപാട് താഴ്ത്തേക്ക് വന്നു. ഇവിടെ മുമ്പ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത വരെ താഴ്ത്തേക്ക് വന്നു. അപ്പോൾ സപ്പോർട്ടിൽ നിന്നാണ് കുറച്ച് പേര് വാങ്ങാനുണ്ടായത്. പക്ഷെ അതിനും വലിയ ആയുസ് ഉണ്ടായില്ല. അത് അധികം മുകളിലേക്ക് പോയില്ല. മുമ്പത്തെ ഹൈനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ഫെയിൽഡായിട്ട് തിരിച്ച് താഴേക്ക് വന്നിട്ട് ഈ 2 സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് ഇടിച്ച് പൊളിച്ച് താഴത്തേക്ക് വീഴാണ്. അപ്പോഴാണ് നമ്മുടെ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇത് സാധാരണ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഈ അവസാനം ഉണ്ടാക്കിയ ഷോൾഡർ, ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ, ഷോൾഡറിൻ്റെ മേലെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുക, ടാർജറ്റ് വെക്കുക. ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഹൈറ്റ് തന്നെയാണ് പലരും ടാർജറ്റ് വെക്കാറ്. നമുക്ക് വേണമെങ്കിൽ 1:2 വയ്ക്കാം. അപ്പോൾ ഇത് ആശ്രയിച്ചിരിക്കുന്നത് മാർക്കറ്റ് ആക്ച്വലി എത്ര അകലേന്നാണോ ഇവിടെ വരെ വന്നത് അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു പകുതിയോ 61% ഒക്കെ നമുക്ക് ടാർജറ്റ് വയ്ക്കാം. അപ്പോൾ ഒരുപാട് വലിയ ടാർജറ്റ് എടുത്താൽ ഇത്ര വലിയൊരു കറക്ഷൻ വന്നാലേ നമുക്ക് ടാർജറ്റ് അടിക്കുള്ളൂ. അപ്പോൾ പകുതി വെച്ചാൽ ഏറ്റവും സേഫ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതിൻ്റെ പകുതി വെച്ചാൽ ഏറ്റവും സേഫ് 61% വരെ വയ്ക്കാം അല്ലേ. അപ്പോൾ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. അപ്പോൾ നമ്മളിപ്പോൾ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആദ്യം കാണാൻ കാരണം നമ്മൾ ബുള്ളിഷ് പാറ്റേൺസ് ആണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നേരെ തിരിച്ചിട്ടാൽ എന്തായി, ബെയറിഷ് പാറ്റേൺസ് ആയി. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു പാറ്റേൺ വളരെ സിമിലർ ആണ്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. അസെൻഡിങ് ട്രയാങ്കിൾ. അപ്പോൾ അസെൻഡിങ് ട്രയാങ്കിളും നമ്മുടെ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറും കമ്പയർ ചെയ്യാം. ഇതാണ് അസെൻഡിങ് ട്രയാങ്കിൾ ഷേപ്പ്. അതായത് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിലെത്തിയിട്ട് വീഴുന്നു. അടുത്ത പ്രാവശ്യം റെസിസ്റ്റൻസിലെത്തിയിട്ട് വീഴുമ്പോൾ അധികം താഴ്ത്തേക്ക് വീഴുന്നില്ല അല്ലേ. കൂടുതൽ വിലയ്ക്ക് വാങ്ങിക്കാൻ ആൾക്കാർ തയ്യാറാവുകയാണ്. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി മുമ്പെടുത്ത പോലെ തന്നെ റെസിസ്റ്റൻസ് എടുത്തു, മുമ്പെടുത്തോട് തന്നെ റെസിസ്റ്റൻസ് എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് താഴ്ത്തേക്ക് വീണപ്പോൾ അധികം താഴ്ത്തേക്ക് വീഴാൻ ആൾക്കാർ സമ്മതിക്കുന്നില്ല. വീണ്ടും ആൾക്കാർ ബൈ ചെയ്യാണ്. അങ്ങനെ എന്തുണ്ടാവുന്നു, ഈ നെക്ക് ലൈൻ മുമ്പ് എവിടെയൊക്കെയാണോ തടസ്സപ്പെട്ടത് അത് ബ്രേക്ക് ചെയ്യാണ് സ്ട്രോങ് ആയിട്ട്. അപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അസെൻഡിങ് ട്രയാങ്കിളും അതുപോലെ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സും നമുക്കൊരു ചേട്ടനിയന്മാരെ പോലെ കാണാം. അതായത് ഇവിടെയുണ്ട് റെസിസ്റ്റൻസുകൾ, ഭൂമിക്ക് സമാന്തരമായ റെസിസ്റ്റൻസുകൾ അല്ലേ. പിന്നെന്താണ് ഒരു ചെറിയ വ്യത്യാസം, സപ്പോർട്ടുകൾ ഇങ്ങനെ വരും. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം ഫീൽ ചെയ്യണേ? അപ്പോൾ ഇതിൽ മാർക്കറ്റ് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ഇവിടെ നിന്ന് വരണതാണ് ബെസ്റ്റ്. അടിയിൽ നിന്ന് വേണമെങ്കിൽ അടിയിൽ നിന്ന് വരാം, ഇങ്ങനെ വരാം. പക്ഷേ ഇവിടെ നിന്ന് വരണതാണ് ബെസ്റ്റ്, മുകളിൽ നിന്ന് വരണതാണ് ബെസ്റ്റ്. അപ്പോൾ ഇതിലെന്താണ് ആക്ച്വലി മെയിനായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യണത്? ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇല്ല അല്ലേ. 2 വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന്, ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ നടുക്കലത്തെ ഡിപ്പാണ് വലുത്, ഏറ്റവും താഴെ നിൽക്കുന്നത്. അസെൻഡിങ് ട്രയാങ്കിളിൻ്റെ ആദ്യത്തെ ഡിപ്പാണ് വലുത് അല്ലേ. ഇതാണ് പ്രൈമറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യത്യാസം. ഇനി അസെൻഡിങ് ട്രയാങ്കിൾ ഉണ്ടാവണമെങ്കിൽ 3 റെസിസ്റ്റൻസുകൾ വേണം. ഹെഡ് ആൻഡ് ഷോൾഡറിന് 2 റെസിസ്റ്റൻസുകൾ, ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറാണ്, 2 റെസിസ്റ്റൻസുകൾ മതി. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിച്ചു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും അതേ സെയിം സ്ഥലത്ത് തന്നെ വീണ്ടും റെസിസ്റ്റൻസ് എടുക്കുകയും ചെയ്യുന്നു, അതിനുശേഷം അത് ബ്രേക്ക് ആവുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ കമ്പാരിസൺ? അസെൻഡിങ് ട്രയാങ്കിൾ ആണെങ്കിൽ ആദ്യത്തെ ഡിപ്പ് ഏറ്റവും താഴെയായിരിക്കും, ഹെഡ് ആൻഡ് ഷോൾഡർ രണ്ടാമത്തെ ഡിപ്പ് താഴെ. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഡിപ്പ് താഴെയായാൽ നല്ല പാറ്റേൺ ആണോ? ഇങ്ങനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ല പാറ്റേൺ ആണോ? ഇങ്ങനൊരു ചാർട്ട് പാറ്റേൺ ഇല്ല. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരുപാട് അകലെന്നാണ് ഈ റെസിസ്റ്റൻസിലേക്ക് അടിക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് പൊട്ടിയെന്നുകൊണ്ട് കാര്യമില്ല, വീണ്ടും എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ നല്ലൊരു കറക്ഷൻ വരും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകും. അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത്ര വലിയ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതായി വരും അല്ലേ. ഇവിടെ നമ്മുടെ ട്രേഡ് എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊണ്ടുവയ്ക്കേണ്ടി വരും. ഇനി തൊട്ടടുത്ത് വെച്ചാലോ
ഇവിടെ എവിടെയെങ്കിലും വെച്ചാലോ? ഇത്രയും മാർക്കറ്റ് സ്ട്രെച്ച് ആയിക്കണമുണ്ട്. എത്രയും ദൂരെ നിന്ന് വന്നിട്ടാണോ റെസിസ്റ്റൻസിൽ എത്തുന്നത് അത്രയും തിരിച്ച് താഴ്ത്തേക്ക് വീഴാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കയറി എന്ന് വിചാരിച്ച് വീണ്ടും ഇത് താഴ്ത്തേക്ക് എപ്പോഴെങ്കിലും കറക്റ്റ് ചെയ്യുമ്പോൾ ഇത്ര കയറിക്കോട്ടെ, അതിനുശേഷം കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകും. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഡിപ്പ് വലുതാണെങ്കിൽ അത് നല്ലൊരു പാറ്റേൺ അല്ല. അപ്പോൾ അതൊരു ചാർട്ട് പാറ്റേൺ ആയിട്ട് കൂടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കപ്പ് ആൻഡ് ഹാൻഡിൽ. കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വലിയൊരു ഒബ്വിയസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായി, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് തിരിച്ച് വീണ്ടും ആ റെസിസ്റ്റൻസിൽ വരുമ്പോൾ അതങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നില്ല, കുറച്ച് നാളവിടെ കൺസോൾഡേറ്റ് ചെയ്യാണ്, അതായത് സൈഡ് വേസ് ആയിട്ട് പോവുകയാണ്. മാർക്കറ്റിൽ വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല, ഒരു നിശ്ചലാവസ്ഥ. അതിനുശേഷം ആ ഒരു മുമ്പത്തെ റെസിസ്റ്റൻസും ഇപ്പം ഉണ്ടാക്കിയ കൺസോൾട്ടേഷനും മുകളിലേക്ക് മാർക്കറ്റ് കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഈ കൺസോൾട്ടേഷന് തൊട്ട് താഴെ, ടാർജറ്റ് 1-2, അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ടുള്ള ട്രേഡേഴ്സ് പറയും ഈ കപ്പിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ ഈ നെക്ക് ലൈനിൽ നിന്ന്, അതായത് മുമ്പത്തെ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിൽ നിന്നുള്ള ദൂരമാണ് നമ്മൾ ടാർജറ്റ് വെക്കുക എന്നുള്ളതെന്ന് പറയും. അപ്പോൾ കപ്പ് ആൻഡ് ഹാൻഡിൽ ആ കപ്പിൻ്റെ അടുത്ത് അത്രയും തന്നെ വീണ്ടും പോകുന്നതായിട്ടാണ് ഒരുപാട് ഒബ്സർവേഴ്സ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ നിസ്സാര ഒബ്സർവേഷനൊന്നുമല്ല നടന്നേക്കുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള കളിയാണല്ലോ. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, എൻസൈക്ലോപീഡിയ ഓഫ് ചാർട്ട് പാറ്റേൺ. തോമസ് ബൾക്കോസ്കി എന്ന് പറയുന്ന ഒരാൾ എഴുതിയേക്കുന്നതാണ്. ഏകദേശം 1000 പേജുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് US സ്റ്റോക്സുകളിൽ, വലിയ ലോകത്തെ വലിയ കമ്പനികളുടെ സ്റ്റോക്സുകളിലാണ് അദ്ദേഹം പഠനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആക്യുറസി ഉണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചാർട്ട് പാറ്റേൺസ് ആണ് ഇതെല്ലാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് ഈ പറഞ്ഞ കപ്പിൻ്റെ അത്തരം തന്നെ ടാർജറ്റ് എടുക്കുക എന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ ആ ഹാൻഡിലിൻ്റെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ് ബെസ്റ്റ് എന്നുള്ളൊരു വിശ്വാസമൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ ഇനി റിയാലിറ്റിയിൽ അദ്ദേഹം പറയുന്നത് കപ്പ് ആൻഡ് ഹാൻഡിൽ ഇത് ഇങ്ങനൊരു പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ റിയാലിറ്റിയിൽ കപ്പ് ആൻഡ് ഹാൻഡിൽ ആവണമെങ്കിൽ ഇങ്ങനൊരു കപ്പിൻ്റെ ഷേപ്പൊന്നും വേണമെന്നില്ല, ഒരു ഹാൻഡിലിൻ്റെ ഷേപ്പൊന്നും വേണമെന്നില്ല, അല്ലേ? എന്തുണ്ടായാൽ മതി, ഒരു അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് എവിടെയോ ഒരു സ്ഥലത്ത് തടഞ്ഞു, അവിടെ നിന്ന് വീണു, പിന്നെ പതുക്കെ ആൾ പറയുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടത്തിൽ കാറ്റ് പിടിക്കുന്ന പോലെ, അല്ലേ? പട്ടം നമ്മൾ പറത്താൻ നോക്കി എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പൊങ്ങി പോവാണ് അല്ലേ ഉണ്ടാവണത്. അതുപോലെ വീണ്ടും പൊങ്ങി മുമ്പുണ്ടാക്കിയ ആ റെസിസ്റ്റൻസിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോൾ കുറച്ച് പേര് സെല്ല് ചെയ്യുന്നു, പക്ഷേ വീണ്ടും ആൾക്കാർ ബൈ ചെയ്തതിൻ്റെ മുകളിലേക്ക് കിടക്കുന്നു. അപ്പോൾ 2 പ്രാവശ്യം സെല്ലിങ് വന്നേക്കാം, അല്ലേ? 1, 2, 3 പ്രാവശ്യം സെല്ലിങ് വന്നേക്കാം. അപ്പോൾ എത്ര കൂടുതൽ സെല്ലിങ് അവിടെ വരുന്നോ അതിന് ശേഷമാണോ അത് ബ്രേക്ക് ചെയ്യുന്നത് അത്രയും ബെസ്റ്റ്. അപ്പോൾ ഇതിനെയാണ് ഒരു ഹാൻഡിലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൽ 3-4 തരത്തിൽ കപ്പ് ആൻഡ് ഹാൻഡിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും കോംപ്ലക്സിറ്റിയിലേക്ക് നമ്മൾ പോകണ്ട, എന്നാലും ഞാൻ ക്വിക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളുടെ മനസ്സിലൊന്ന് വെച്ചോ. അപ്പോൾ ഒരു കപ്പ് ഇതുപോലെ വന്നിട്ട് വീണ്ടും ഒരു ആർച്ചായിട്ട് കപ്പ് ആൻഡ് കപ്പ് ആയിട്ട് കട്ട് ചെയ്യാം. ഇനി കപ്പ് ഇവിടെ വന്നിട്ട് വീണ്ടും ഇതുപോലൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷനായിട്ട് കട്ട് ചെയ്യാം. ഇതിന് പകരം ഇവിടെ വന്നിട്ടൊരു ഫ്ലാഗ് പോലെ, ഒരു കൊടി പോലെ, ഒരു ഡിക്ലൈൻഡ് ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷനായിട്ട് കട്ട് ചെയ്യാം. ഇത് തന്നെ വേറൊരു ചാർട്ട് പാറ്റേൺ ആണ്, ബുള്ളിഷ് ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്, നമ്മൾ അടുത്തതായിട്ട് കാണാം. ഒരു കൊടിയുടെ ഷേപ്പ്, അല്ലേ? ഇങ്ങനൊരു കൊടിയുടെ ഷേപ്പിൽ കുറച്ച് താഴ്ത്തിക്ക് നിൽക്കാം. പിന്നെ ഇതൊരു കപ്പ്, ഈ ഹാൻഡിൽ ഇതിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഉണ്ടാവാം. ഒരുപാട് ഒബ്സർവേഷനിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കപ്പിൻ്റെ ഈ പ്രീവിയസ് റെസിസ്റ്റൻസ് ചുമ്മാ വന്നങ്ങോട്ട് ബ്രേക്ക് ചെയ്യും, പിന്നെ നോക്കുമ്പോൾ ഫണ്ടമെൻ്റലി ഇത് ആർക്കും വേണ്ട, പക്ഷേ ആ റെസിസ്റ്റൻസ് പിന്നെ സപ്പോർട്ടാവാൻ തുടങ്ങും. പക്ഷെ ഇത് മുകളിലേക്ക് പോകണമെങ്കിൽ കുറേ ടൈം എടുക്കും. നല്ല ആവശ്യക്കാരൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ, ഒരു തിമിംഗലം വന്നിട്ട് വീണ്ടും വാങ്ങുമ്പോഴാണ് ഇത് പോകുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി അത്ര സ്ട്രോങ് ആണെന്ന് അർത്ഥം. അതായത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ പിടിച്ച് നിൽക്കുകയാണ്, ആരും ആ സ്റ്റോക്ക് വിൽക്കുന്നില്ല. ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആണെങ്കിലും, പക്ഷെ ഇതിൽ ബൾക്കായിട്ടുള്ളൊരു വാങ്ങൽ പുതിയൊരാളാണ് തീരുമാനിക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ ആ സ്റ്റോക്കിൽ ഇൻട്രസ്റ്റഡ് ആകുമ്പോഴാണ് അത് മുകളിലേക്ക് പോകും. അപ്പോൾ ശരിക്കും സ്റ്റോക്ക് ട്രേഡിങ്ങിൻ്റെ ചൂട് പിടിച്ചിട്ടാണ് ഈ ചാർട്ട് പാറ്റേൺസ് ഒക്കെ വന്നേക്കണത്. അപ്പോൾ
ചാർട്ട് പാറ്റേൺസ് ഒക്കെ ഏത് അസറ്റിലായാലും ഗോൾഡിലായാലും അല്ലെങ്കിൽ ഫോറക്സിലായാലും എല്ലാത്തിലും എവർഗ്രീനായിട്ട് 100-300 വർഷങ്ങളായിട്ട് കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാണ്. കാൻഡിൽസ്റ്റിക് പാറ്റേണും അതുപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത് എല്ലാ പാറ്റേൺസും നമുക്ക് തിരിച്ചിടാം. ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ, അസെൻഡിങ് ട്രയാങ്കിൾ, തിരിച്ചിട്ട ഡിസെൻഡിങ് ട്രയാങ്കിൾ. കപ്പ് ആൻഡ് ഹാൻഡ് മാത്രം തിരിച്ചിടുന്നതിനെ കുറിച്ചൊരു വ്യാഖ്യാനം വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് ബൾക്കോസ്കി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തതുകൊണ്ട് ഹയർ ടൈം ഫ്രെയിമിൽ ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം സ്വിംഗ് ട്രേഡിംഗ് പാറ്റേൺസ് പോലെയാണ് അതിനെ വ്യാഖ്യാനിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാരൽ സെറ്റപ്പ് കാണാറുണ്ട്, പക്ഷെ അത്ര വലിയ ബ്യൂട്ടി ഒന്നും ഉണ്ടാവാറില്ല. മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തു, അതിനുശേഷം വീണ്ടും തിരിച്ച് വന്നിട്ട് ഈ സപ്പോർട്ടിലെത്തിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാണ്ട് ഇവിടെ കുറച്ചൊന്ന് കൺസോൾഡേറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. ഇത് തന്നെയാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ. ഓക്കെ, പിന്നെ നമുക്ക് ഒരിക്കലും ചാർട്ട് പാറ്റേൺസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ വരയ്ക്കുന്ന നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടി വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ച ആൾ അടുത്ത തലമുറയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കുന്നു. ആ വരയ്ക്കുന്ന സിമ്പിൾ മോഡൽ പോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. വളരെ കോംപ്ലക്സ് ആയിട്ട് പലതരത്തിൽ ഈ പാറ്റേൺസുകൾ വരാം. അതിൻ്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹെഡ് ആൻഡ് ഷോൾഡർ എത്രമാത്രം വെറൈറ്റി ആയിട്ട് വരാമെന്ന് നോക്കി കഴിഞ്ഞാൽ, ഒരു ഷോൾഡർ വന്നു, വേറൊരു ഷോൾഡർ വന്നു, ഒരു ഹെഡ് വന്നു, റൈറ്റ് സൈഡിലും 2 ഷോൾഡർ, വേരിയേഷൻ നമ്പർ 1. ലെഫ്റ്റ് സൈഡിൽ 2 ഷോൾഡർ, റൈറ്റ് സൈഡിൽ ഒരു ഷോൾഡർ, നേരെ തിരിച്ചും വരാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലൊരു ഷോൾഡർ, ഒരു ഹെഡ്, ഇവിടെ ഷോൾഡർ ഇല്ല, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ, ബ്രേക്ക് ഔട്ട്, ഇങ്ങനെ വരാം. ചെറുതായിട്ട് ഇൻലൈൻഡ് ആയിട്ട് വരാം, അതായത് ഇങ്ങനെ മാർക്കറ്റ് കയറി പോയി എന്താ ഇപ്പം ഇങ്ങനെയും വരാം. അതിൻ്റെ പല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ആ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക. ഒരു സ്ഥലത്തെത്തിയിട്ട് മാർക്കറ്റ് വീഴുന്നില്ല, ഒരു പർട്ടിക്കുലർ ലെവലിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നൂൽപ്പാലത്തുമൂടെ നടക്കണ പോലെ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പൊട്ടി വീഴാണ്, സൈഡിലേക്ക് കുറച്ച് പോയിട്ട് പൊട്ടി വീഴാണ്. അപ്പം മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയി ഒരു സ്ഥലം എത്തുമ്പോൾ പിന്നെ അത് ആരും വാങ്ങാൻ അങ്ങോട്ട് മെനക്കെടുന്നില്ല. അപ്പോൾ ആരും ബൈയിങ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ് എമർജ് ചെയ്യാൻ തുടങ്ങും അല്ലേ. പേടിച്ച് മുമ്പ് വാങ്ങിച്ചേക്കുന്ന ആൾക്കാർ വിൽക്കുന്നതാണ്. അപ്പോൾ എന്തുണ്ടാവും, ആദ്യം കുറച്ച് പ്രാവശ്യമൊക്കെ ഈ സപ്പോർട്ടിൽ വീണ്ടും സപ്പോർട്ടാവും എന്നുള്ളൊരു റൂളുണ്ടല്ലോ. അപ്പോൾ പല ആൾക്കാരും പിന്നെ വാങ്ങാൻ നോക്കണത് നല്ല അടിത്തട്ടിയിൽ നിന്ന് കിട്ടുമ്പോൾ മാത്രമേ വാങ്ങുള്ളൂ. പിന്നെ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ വീണ്ടും അടിത്തട്ടിയിൽ നിന്ന് കിട്ടുമ്പോൾ കുറച്ച് പേരെ വാങ്ങുള്ളൂ. കാരണം എന്താ, ഫെയിൽഡ് ഹൈ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഫെയിൽഡ് ഹൈ ആയിട്ട് വരണമെങ്കിൽ റേഞ്ച് ട്രേഡിങ് പാടില്ല. വിജയിച്ചിട്ട് വീണ്ടും തിരിച്ചു വരണമെങ്കിൽ ആവാം ഒരു പ്രാവശ്യം, ഫെയിൽഡ് ഹൈ ആയിട്ട് വരണമെങ്കിൽ ആവരുത്. ഇതാണ് റേഞ്ച് ട്രേഡിങ്. അപ്പോൾ ഇത് റേഞ്ച് ട്രേഡിങ്ങും ഹെഡ് ആൻഡ് ഷോൾഡർ ആയിട്ട് നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്ന് പുതിയൊരു ഹൈ ആയിട്ട് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ റേഞ്ച് ട്രേഡിങ്ങിൽ പഠിച്ചല്ലോ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാമെന്ന്. പക്ഷേ വീണ്ടും വരുന്ന വരവ് ഫെയിലിയറിലേക്കുള്ളതാണ്. പലപ്പോഴും അത് ഒരു പ്രാവശ്യം കൂടി വാങ്ങിയാൽ പോലും അത് പിന്നീട് വീക്ക്നെസ്സാണ് കാണിക്കുന്നത്, പൊട്ടി വീഴാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുന്നു. അവസാനമായിട്ട് മാർക്കറ്റ് എന്തോരം മുകളിലേക്ക് പോയോ അതിന് കുറച്ച് മേലെ ഒരു ബഫർ ഇട്ട് ടാർജറ്റ് വെക്കുന്നു. ക്ലാസിക് ട്രേഡേഴ്സ് എപ്പോഴും ഈ ഒരു ഹൈറ്റിൻ്റെ വിശ്വാസങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ ആ ഹൈറ്റ് ഒന്നും നോക്കണ്ട. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇത് സ്റ്റീഫൻ ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാലിഫോർണിയ ട്രേഡർ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത് മാർക്കറ്റ് എവിടെ നിന്നാണ് ആക്ച്വലി വന്നത് എന്ന് നോക്കിയിട്ട്, ഈ റാലി എവിടെ നിന്നാണോ ഫോം ചെയ്തതെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് സോണിലെത്തുമ്പോൾ പിടിവിടാണ് നല്ലത്. അതായത് ഫിബൊനാച്ചി ഗോൾഡൻ റേഷ്യോ അല്ലെങ്കിൽ 78 നമ്മൾ ഡിസ്കൗണ്ട് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോണിലെത്തുമ്പോൾ തിരിക്കുമ്പോൾ പിടിവിടുന്നതാണ് നല്ലത്. അത്രയും നമുക്ക് ട്രേഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ചില കേസുകളിൽ നമുക്കൊരു മാർക്കറ്റ് ഇങ്ങനെ ഫ്യൂരിയസ് ആയിട്ട് മുകളിലേക്ക് പോകണ കാണാറില്ലേ. പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രാഡേയിലൊക്കെ കാലത്ത് തന്നെ പോയിട്ട് ഡെയിലി ഗെയിനേഴ്സ് ഡെയിലി ലൂസേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റ് കിട്ടും അല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോയ ടീമുകളും സ്റ്റോക്കുകളും ഏറ്റവും കൂടുതൽ താഴ്ത്തേക്ക് പോയ സ്റ്റോക്കുകളും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോയ സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഒരു ചാട്ടം കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു ഒരു 10 മണിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് നിൽക്കണ്ടാവും, വീഴണോ ഇനി മുകളിലേക്ക് പോകണോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇതിൽ പലപ്പോഴും ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണൊക്കെ ഫോം ആവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഹെഡ് ഷോൾഡർ ഹെഡ്, അത് കഴിഞ്ഞിട്ട് അതിനും വലിയൊരു ഷോൾഡർ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നിന്നിട്ട് ലാസ്റ്റ് എന്തുണ്ടാവും, ഇങ്ങനെ കുണുങ്ങി ഇത് പൊട്ടി വീഴും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന സമയം. അപ്പോൾ എന്താണ് ഗുണം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഫുൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ പോലും, സാധാരണ ആ ലാസ്റ്റ് ഷോൾഡറിൻ്റെ മേലെ വെക്കാറുള്ളൂ, ഫുൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ പോലും ഇത്രയും അകലേന്ന് വന്ന മാർക്കറ്റാണ്. ഇന്നലെ ഇത് ഇവിടെയാണ് നിൽക്കണ്ടായത് അല്ലേ.
ഇനി ഒരു കറക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു പകുതി വന്നിട്ടാണ്. ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന ട്രെൻഡ് ലൈനിലോ, അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ ഒരു റൗണ്ട് നമ്പറിലോ, അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിടുന്നിടത്തോ, അല്ലെങ്കിൽ ഈ ഗ്യാപ്പും പലപ്പോഴും ഫില്ലായിട്ടൊക്കെയാണ് പിന്നെ പോക്ക്. മുകളിലേക്ക് പോകേണ്ടതാണെങ്കിൽ പോലും മുകളിലേക്ക് പോകേണ്ടതായിരിക്കുമല്ലോ, കാരണം ഒരു നല്ല റിസൾട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇതുപോലെ വലിയൊരു റാലി ഉണ്ടാവാം. അത് മാക്സിമം പേര് അത് ട്രേഡ് ചെയ്തു, കുറേ പേര് ഇവിടെ നിന്ന് പ്രോഫിറ്റ് ടേക്കിങ് തുടങ്ങി. അപ്പോൾ ഒരു വീഴ്ച വീഴും, പക്ഷേ അത് അതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വിലയിലേക്ക് തിരിച്ചെത്തും. കുറേ പേര് ചാടിക്കടിച്ച് വാങ്ങിയപ്പോഴാണ് അത് മുകളിലേക്ക് പോയത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ ന്യായ വിലയിലേക്ക് തിരിച്ചെത്തുമ്പോൾ പതുക്കെ ഈ സ്റ്റോക്കിൽ ഇവിടെ വാങ്ങാൻ വിട്ടുപോയവരും ഇവിടുന്ന് വാങ്ങി ഓൾറെഡി പ്രോഫിറ്റ് എടുത്തവരും അടുത്ത കുത്തിൽ വാങ്ങാം, നല്ല സ്റ്റോക്കാണ് എന്ന് മനസ്സിലാക്കുന്നവരൊക്കെയാണ് വാങ്ങുക. അപ്പോഴാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോവുക. അപ്പോൾ അത്ര നേരം നമുക്ക് എന്ത് ചെയ്യാം? ഇത് താഴ്ത്തേക്ക് ടാർജറ്റ് എടുക്കാം, അല്ലേ? അപ്പോൾ ചാർട്ട് പാറ്റേൺസ് ഒരു വളരെ ബേസിക്കാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് നിങ്ങൾ കൂടുതലും ചാർട്ടിൽ പോയിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ ഒരു ചാർട്ട് പാറ്റേൺ മാത്രം പഠിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ചാർട്ടിൽ പോയിട്ട് എക്സാമ്പിൾ കാണിച്ചു തരാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാർട്ട് പാറ്റേൺസ് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അത് 2-3 പ്രാവശ്യം നിങ്ങളൊരു റഫ് ഡ്രോയിങ് പോലെ വരച്ചൊക്കെ നോക്കി അത് മനസ്സിൽ ആവാഹിച്ചതിന് ശേഷം ചാർട്ടിൽ പോയി കണ്ടുപിടിക്കാൻ നോക്കാം. ഇനി 2 പാറ്റേൺ കൂടി നമുക്ക് പഠിക്കാം. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബുള്ളിഷ് ഫ്ലാഗ്, കൊടിയുടെ ഷേപ്പ്. അപ്പോൾ ഇത് ആക്ച്വലി ബുള്ളിഷ് ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ആ കൊടിയുടെ വടീനെ വിളിക്കുന്ന പേരാണ് പോള്. അപ്പോൾ എപ്പോഴും ഇത് കാണേണ്ടത് ഒരു ഇമ്പൾസീവ് മൂവ്, ഒരു കറക്റ്റീവ് മൂവ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ട്രെൻഡ് ട്രേഡിങ്. അപ്പോൾ ഇതിൽ കറക്റ്റീവ് മൂവായിട്ടാണ് ഈ ഫ്ലാഗ് കാണേണ്ടത്. അതായത് മാർക്കറ്റിൽ ഒരു ഇമ്പൾസീവ് മൂവ് ഉണ്ടാക്കി അതിൻ്റെ കറക്ഷൻ വളരെ ലക്ഷണമൊത്ത തരത്തിൽ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി വളരെ അച്ചട്ടായിട്ട് താഴേക്ക് വരാമെന്ന് പറയില്ലേ, സ്റ്റഡി വടിയായിട്ട്. ഇങ്ങനെ ഒരു പാറ്റേൺ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? എപ്പോഴാണോ ഇതിൻ്റെ അപ്പർ ട്രെൻഡ് ലൈൻ മോളിക്കൂടെ വരുന്ന റെസിസ്റ്റൻസ്, ഒരു ഡയഗണൽ റെസിസ്റ്റൻസ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റിയാൽ ഇതിൻ്റെ അപ്പർ ട്രെൻഡ് ലൈൻ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇതിനെയാണ് ബുള്ളിഷ് ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഈ ഫ്ലാഗിൻ്റെ ഈ പോൾ ഉണ്ടല്ലോ, വടി, ആ വടിയുടെ അത്രയും തന്നെ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നതാണ് ശാസ്ത്രം. എവിടെ നിന്ന്? ഈ താഴ്ത്തുനിന്നാണ് നോക്കേണ്ടത്. പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ഇവിടെ നിന്ന് ഇത്ര മുകളിലേക്ക് പോകുന്നു വിചാരിച്ച് ടാർജറ്റ് സ്റ്റോപ്പ് ചെയ്യാതെ ഗ്രീഡ് കാണിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് അളക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസങ്ങളാണ്, പലപ്പോഴും കണ്ടുവരാറുള്ള കാര്യങ്ങളാണ്. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. നമുക്ക് നല്ല റെസിസ്റ്റൻസ് അതിന് മുമ്പുണ്ടെങ്കിൽ അവിടെ പിടിവിടാം, അല്ലെങ്കിൽ ഒരു റൗണ്ട് നമ്പർ 4000 ഉണ്ടെങ്കിൽ അവിടെ പിടിവിടാം. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ കേസിൽ 1.500 ഗുണിതങ്ങൾ, എന്താ പറയുക, അപ്പോൾ 500 പിപ്സ് അല്ലെങ്കിൽ 1000 പിപ്സ് ഒക്കെ ആണെങ്കിൽ പിടിവിടാം. അല്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂറോ USD ആണെങ്കിൽ 1.500 അല്ലേ, അതുപോലുള്ള സംഖ്യകൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് വിടാം. ഇനി അതിന് വളരെ സമാനമായ പാറ്റേൺ ആണ് ഫ്ലാഗ്. ബുള്ളിഷ് ഫ്ലാഗിന് നേരെ ഓപ്പോസിറ്റ് ബെയറിഷ് ഫ്ലാഗ്. ബെയറിഷ് ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കറക്റ്റീവ് മൂവ്, അത് ഇതുപോലൊരു കൊടിയുടെ ഷേപ്പിൽ വരുന്നു, തലതിരിഞ്ഞ കൊടി. അപ്പോൾ ഇതൊരിക്കലും മുകളിലേക്ക് അല്ല ട്രേഡ് എടുക്കണ്ടേ, ഇവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് കട്ട് ചെയ്യുമ്പോഴാണ് ഈ ട്രെൻഡ് ലൈൻ, ഇവിടെ ഇങ്ങനെ റെസിസ്റ്റൻസുകൾ കയറി പോകുമ്പോൾ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാമല്ലോ, ഈ ലൈൻ കട്ടാകുമ്പോഴാണ് ട്രേഡ് എടുക്കേണ്ടത്. ഇവിടെയാണ് ട്രേഡ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവസാനം മാർക്കറ്റ് എന്തോരം മുകളിലേക്ക് പോയി അതിൻ്റെ മേലെ. സാധാരണ നിലയ്ക്ക് ഒരു 1-2 ടാർജറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പോൾ അളന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് അത്ര തന്നെ വെച്ചിട്ട് ടാർജറ്റ് എടുക്കാം. അപ്പോൾ ഇതിന് ഒരു ചേട്ടനനിയന്മാർ പോലെ തന്നെ ഇതിൻ്റെ ഒരു ബ്രോ ആണ് എന്ത് വെഡ്ജ് എന്ന് പറയുന്നത്. വെഡ്ജ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് വെഡ്ജ്? വെഡ്ജിൻ്റെ മലയാളം ഉളി. ആശാരിമാർ ഉപയോഗിക്കുന്ന ഉളിയില്ലേ, അപ്പോൾ അതും നമുക്ക് കൊടി തന്നെ അല്ലേ, നമ്മുടെ പിണ്ടി പെരുന്നാളിന് കുത്തുന്ന കൊടി ഇങ്ങനെ കൂർത്തലിരിക്കുക. അതായത് മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൂവ് ഉണ്ടാക്കി ഒരു ബ്ലാക്ക് ലൈനിൽ വരയ്ക്കാം. മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൂവ് ഉണ്ടാക്കി, ശക്തമായൊരു മൂവ് ഉണ്ടാക്കി, അതിൻ്റെ കറക്റ്റീവ് മൂവ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതായത് ഇതിനെ ഓസിലേറ്റ് ചെയ്യാന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക. ആ ഓസിലേറ്റിൻ്റെ ഇമ്പാക്റ്റ് കുറഞ്ഞു വരുമ്പോഴാണ് ഈ കൊടി പോലെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ 3-4 ഫോൾഡിങ്സ് ഒന്നും വേണ്ട, നമുക്ക് എത്ര വേണം? 3 മതിയിട്ടാ. ഫ്ലാഗ് ആണെങ്കിലും വെഡ്ജ് ആണെങ്കിലും 3 റെസിസ്റ്റൻസ് 3 സപ്പോർട്ട് മിനിമം മതി. 4 നല്ലത്.
ഇതെങ്ങോട്ട് പോകണം? സ്വാഭാവികമായിട്ടും ബുള്ളിഷ് ഫ്ലാഗ് വെഡ്ജ് മുകളിലേക്ക് പോകണം. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോളിങ് വെഡ്ജ് അല്ലേ? ഇപ്പോൾ ഈ പോള് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉളി എന്താണ് ചെയ്യുന്നത്? മുകളിലേക്കാണോ പോകുന്നത്, താഴ്ത്തേക്കാണോ പോകുന്നത്? ഉളി താഴ്ത്തേക്ക് വീണുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിന് സായിപ്പ്മാരിട്ട പേരാണ് ഫോളിങ് വെഡ്ജ്. അപ്പോൾ ഫോളിങ് വെഡ്ജ് ആ പേര് കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുത്, അത് താഴ്ത്തേക്കുള്ള പാറ്റേൺ അല്ല, ബുള്ളിഷ് പാറ്റേൺ ആണ്. ഫോളിങ് വെഡ്ജ് വീണ്ടും മുകളിലേക്ക് പോകും. അതുപോലെ റൈസിങ് വെഡ്ജ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും? താഴ്ത്തേക്ക് വരുന്ന ഒരു മാർക്കറ്റിൽ കയറി പോകുന്ന ഒരു സപ്പോർട്ട് ഇതുപോലെ രണ്ടും ഇൻക്ലൈൻഡ് ആയിരിക്കണം, ഇതുപോലെ ഒരു പാറ്റേൺ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മാർക്കറ്റ് ഒന്ന് വരച്ച് നോക്കാം. മാർക്കറ്റ് ഇങ്ങനെ ഇമ്പൾസീവ് മൂവിൽ ശക്തമായി താഴ്ത്തേക്ക് വന്നിട്ട് എവിടെ നിന്നോ പതുക്കെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ? കറക്റ്റ് ചെയ്യാൻ തുടങ്ങി ഇതാ ഇങ്ങനെ. അപ്പോൾ ഇത് മുകളിലേക്ക് ആയിരിക്കണം, രണ്ട് മുകളിലേക്ക് ആയിരിക്കണം. ഇതൊരിക്കലും ഫ്ലാറ്റ് ആവരുതും, കുറച്ച് മുകളിലേക്ക് ആയിരിക്കണം. ഇത് മുകളിലേക്ക് ആയിരിക്കണം. അപ്പോൾ ഇതാണ്. ഇതെന്ത് വെഡ്ജായിരിക്കും? ഫോളിങ് വെഡ്ജാണോ റൈസിങ് വെഡ്ജാണോ? റൈസിങ് വെഡ്ജ്. അപ്പോൾ റൈസിങ് വെഡ്ജ് എങ്ങടെ പോവാ? മുകളിലേക്ക് പോവോ താഴത്തേക്ക് പോവോ? താഴത്തേക്ക് അല്ലേ? അപ്പോൾ പേരുമായിട്ടൊരു ചെറിയ കോൺട്രാസ്റ്റ് ഉണ്ട്. റൈസിങ് വെഡ്ജ് താഴത്തേക്ക് പോവും, ഫോളിങ് വെഡ്ജ് മുകളിലേക്ക് പോവും. ഇനി ഗൂഗിൾ ഇമേജ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് എക്സാമ്പിൾസ് ഒക്കെ കാണാം. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പല ട്രേഡേഴ്സിൻ്റെ കോമൺ ആയിട്ടുള്ള വിശ്വാസങ്ങൾ, അതിനെയാണ് നമ്മൾ വിളിക്കുന്ന കോമൺ സെൻസ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇത് ചിലപ്പോൾ മുകളിലേക്ക് പോകുന്നതൊക്കെ എക്സാമ്പിൾസൊക്കെ നമുക്ക് ചാർട്ടിൽ നിന്ന് കണ്ടുപിടിച്ച് വരാൻ പറ്റും അല്ലേ? അപ്പോൾ ഫ്ലാഗിനേക്കാൾ കുറച്ചും കൂടി ഒരു പൊട്ടൻഷ്യലുള്ള അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ട് തരുന്നൊരു പാറ്റേൺ ആണ് എന്തുകൊണ്ടും വെഡ്ജസ്. രണ്ട് കാരണമാണ്. ഒന്ന്, ഈ വെഡ്ജസിൻ്റെ അറ്റം കൂർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും, റീസൺ നമ്പർ 1. പിന്നെ പ്രഷർ ഭയങ്കരമായിട്ട് കംപ്രസ് ആവുന്നുണ്ട്. അതായത് ഇതൊരു കുപ്പി പോലെ നമുക്ക് കാണാം, ഒരു കൊക്കോകോളയുടെ കുപ്പി, ഒരു അടപ്പ് പോലെ നമുക്ക് കാണാം അല്ലേ? ഒരു കൊക്കോകോളയുടെ കുപ്പിയുടെ അടപ്പ് അത് അടച്ചിട്ട് നന്നായിട്ട് കുലുക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടും അല്ലേ? അത് കഴിഞ്ഞിട്ട് അത് വീക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? കൊക്കോള തെറിച്ച് പോകണാണ്ടല്ലേ, കുപ്പി തെറിച്ച് പോണ ഇംഗ്ലീഷുകാർ ചെയ്ത വീഡിയോസ് കാണാറില്ലേ? എന്നതുപോലെയാണ് ഈ വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം മാർക്കറ്റ് കംപ്രസ് ചെയ്യുന്നുവോ അത്രമാത്രം പവർഫുള്ളായിരിക്കും ബ്രേക്ക് ഔട്ട് എന്നുള്ളൊരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഫ്ലാഗിന് ആ കംപ്രഷൻ ഇല്ല. ഫ്ലാഗ് വളരെ ഓസിലേറ്റ് ചെയ്തൊരു ഡയറക്ഷനിലേക്ക് പോകുന്നു. പക്ഷേ വെഡ്ജിന് ഒരു കംപ്രഷനും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ മൂവ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെഡ്ജും ഫ്ലാഗും കമ്പാരിറ്റീവ്ലി കുറച്ച് റയർ പാറ്റേൺസ് ആണ്. ഫ്ലാഗ് പിന്നെയും കാണാൻ പറ്റാറുണ്ട്, വെഡ്ജ് കുറച്ചുകൂടി റയർ പാറ്റേൺ ആണ്. ഇനി അടുത്തൊരു പാറ്റേൺ, നമ്മുടെ ഫൈനൽ പാറ്റേൺ എന്ന് പറയുന്നത് സിമ്മെട്രിക്കൽ ട്രയാങ്കിൾ. അപ്പോൾ ഇതൊരു ഉളി പോലെ തന്നെ പക്ഷേ സൈഡിലേക്ക് പറക്കുന്ന ഒരു ഉളി, സിമ്മെട്രിക്കൽ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ പേര് വെഡ്ജ് എന്നല്ല, ട്രയാങ്കിൾ എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ നടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേൽപ്പകുതിയും കീഴ്പ്പകുതിയും ഒരുപോലെ ഇരിക്കുന്ന ഒരു ട്രയാങ്കിൾ, പിന്നെയാണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകും അല്ലേ? അപ്പോൾ മിനിമം 3 സപ്പോർട്ടും 3 റെസിസ്റ്റൻസും മതി. ഇതൊരു ബൈലാറ്ററൽ പാറ്റേൺ ആണ്. ഇത് താഴ്ത്തേക്കും പോവാം, ഇങ്ങനെ പോയിട്ട് മുകളിലേക്കും പോവാം. അപ്പോൾ ഇത് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എപ്പോഴും ഒരു കോൺടെക്സ്റ്റ് അനുസരിച്ചാണ്. ആക്ച്വലി മാർക്കറ്റ് എവിടെ നിന്നാണ് എവിടേക്കാണ് പോണേന്ന് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ട്രേഡിങ്ങിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഇമ്പൾസീവ് മൂവ്, ഒരു കറക്റ്റീവ് മൂവ്, പിന്നെ ഒരു ഇമ്പൾസീവ് മൂവ്, പിന്നെ ഒരു കറക്റ്റീവ് മൂവ്. ഇത് ഓൾറെഡി ഇവിടെയാണ് ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഉണ്ടാവണമെന്ന് വിചാരിച്ചു. അപ്പം ഇനി ഇത് എങ്ങോട്ടായിരിക്കും ബ്രേക്ക് ചെയ്യുക? താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ എടുക്കരുത്, മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ എടുക്കാവൂ. കാരണം എന്താ? ഇവിടെ ഹയർ ഹൈ ആണ്, ഇവിടെ ഹയർ ലോസ് ആണ്. അപ്പം ഇനി ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ഫിബൊനാച്ചി 78 ഇത് വന്നിരിക്കുന്നത്. ഒപ്പം 2000 അല്ലെങ്കിൽ 1000 റൗണ്ട് നമ്പറിലാണ് വന്നിരിക്കുന്നത്. മുമ്പ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓവറോൾ കോൺടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ തോമസ് വോൾക്കോസ്കി പറഞ്ഞേക്കുന്നത് ഒരു ബൈലാറ്ററൽ പാറ്റേൺ ആണ്. പലപ്പോഴും അത് താഴത്തേക്കും പോകാറുണ്ട്, മുകളിലേക്കും പോകാറുണ്ട്, കൺഫ്യൂഷനാണ്. അപ്പോൾ എങ്ങോട്ടാണോ ആക്ച്വലി ബൈലാറ്ററൽ പാറ്റേൺ ആയിട്ടാണ് എല്ലാവരും ട്രേഡ് ചെയ്യാറ്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ആക്ച്വൽ ഓവറോൾ കോൺടെക്സ്റ്റ് നോക്കിയിട്ട് സിമെട്രിക്കൽ ട്രയാങ്കിൾ ട്രേഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഫോറക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഷോർട്ട് ടൈമിൽ സ്കാൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ഇപ്പോഴൊരു ബുള്ളിഷ് പാറ്റേൺ ആയിട്ടാണ് കണ്ടുവരാറ്. അപ്പോൾ
സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഒരുപാട് ഓടിയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അതായത് ഒരു ട്രേഡർ ഉണ്ട്, മദ്രാസ് ട്രേഡർ, കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മദ്രാസ് ട്രേഡർ വെറുതെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇയാളുടെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ആ ക്ലാസ്സിൽ പറഞ്ഞേക്കണ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, എന്നാണ് ആള്, അപ്പോൾ ആളുടെ ഒരു ശിഷ്യനാണ് ഞാൻ. അപ്പോൾ ആളുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക മാത്രമല്ല, ആളെക്കുറിച്ചൊരു എന്താ പറയുക, ട്രേഡോഗ്രഫി, ആളുടെ സ്ഥിരം ട്രേഡുകളുടെ പാറ്റേൺസുകളും ഇതൊക്കെ വെച്ചിട്ടൊരു പുസ്തകം പോലെയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൾ പറയുന്നൊരു ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 3 പാറ്റേൺസാണ് ആ കൂടി ട്രേഡ് ചെയ്യാറുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു 2001-2 കാലഘട്ടത്തൊക്കെയാണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ആളുടെ ലേറ്റസ്റ്റ് വീഡിയോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ട്രേഡിൽ 1 കോടിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസാണ്. അപ്പോൾ ആൾ പറയാറുള്ളൊരു ഡയലോഗ്, ഞാൻ ആ കൂടി 3 പാറ്റേണാണ് ട്രേഡ് ചെയ്യാറുള്ളത്. സിമെട്രിക്കൽ ട്രയാങ്കിൾ, പിന്നെ സിമെട്രിക്കൽ ട്രയാങ്കിൾ, പിന്നെ സിമെട്രിക്കൽ ട്രയാങ്കിൾ. അതായത് ചുരുക്കി പറഞ്ഞാൽ മിക്കതും ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കും. അങ്ങനെ മാർക്കറ്റ് കംപ്രസ് ചെയ്ത് വന്നിട്ട് മുകളിലേക്കുള്ള ബ്രേക്കൗട്ട്, സ്റ്റോക്കിൽ എപ്പോഴും ആ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ട് മുകളിലേക്കുള്ള ബ്രേക്കൗട്ട് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇത് ബേസിക്കലി ഒരു സ്റ്റോക്ക് ട്രേഡേഴ്സ് ഫേവറേറ്റ് പാറ്റേൺ ആണ്. ഒരുപാട് എക്സാമ്പിൾസ് ഈ വീഡിയോസ് പോപ്പുലർ വീഡിയോസിലൊക്കെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. പോപ്പുലർ വീഡിയോസിൽ പോയാൽ അതിൻ്റെ ഉള്ളിൽ ആളുടെ ബിഗ്ഗസ്റ്റ് ട്രേഡുകൾ മിക്കതും ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ആയിരിക്കും. എന്നാൽ വെഡ്ജൊക്കെ ട്രേഡ് ചെയ്യാറുണ്ട്. ഇയാൾ പറയുന്ന ഡയലോഗ് മാത്രമാണത്, പക്ഷെ കൂടുതലും സിമെട്രിക്കൽ ട്രയാങ്കിളാണ്. മിക്കതും ഈ ചാർട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ എടുത്തൊന്ന് ഓടിച്ച് കണ്ടു കഴിഞ്ഞാൽ കുറേ നല്ല എക്സാമ്പിൾസ് കിട്ടും. കാരണം അതിൻ്റെ ഒരു ഇതാണ് സാധനം, ഹോൾസെയിൽ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആക്ച്വലി 3 അല്ലേ, ഇവിടെ ഒരു വിക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഇവിടെ ഒരു വിക്കാണ് നിൽക്കണുള്ളൂ. അപ്പോൾ ഒരു സപ്പോർട്ട്, അതിൽ മേലൊരു സപ്പോർട്ട്, അതിൽ മേലൊരു സപ്പോർട്ട്, ഇവിടെ റെസിസ്റ്റൻസ്, അതിലും താഴെ റെസിസ്റ്റൻസ്, അതിലും താഴെ റെസിസ്റ്റൻസ്, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നത്. മെക്ടോൾസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇവിടെ കൺസോൾട്ടേഷനോട് കൂടിയിട്ട് ബ്രേക്ക് ചെയ്താൽ അത്ര ബെറ്റർ. കുറേ ട്രേഡുകളുണ്ട് ഈ ഒരൊറ്റ പാറ്റേൺ വെച്ചിട്ട്. അങ്ങനെ അപ്പോൾ ഇത് നമുക്ക് ശരിക്കും എക്സാമ്പിൾസുകളിൽ നിങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ എപ്പോഴും ഇത് കാണണമെന്നില്ല. വളരെ റയറായിട്ട് എനിക്ക് തോന്നുന്നു യൂറോ USDയിൽ ഇപ്പോൾ ചില സാധനങ്ങൾ വേഗം കിട്ടും. അതിപ്പോൾ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഇവിടെ ഒരെണ്ണം റെഡിയാണ് അല്ലേ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് സിമെട്രിക്കൽ ട്രയാങ്കിൾ. അപ്പോൾ ഒരിക്കലും നമ്മൾ ജോമെട്രിയിൽ പഠിക്കാനുണ്ടായിരുന്ന സിമെട്രിക്കൽ ട്രയാങ്കിൾ പോലെ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇതാണ് ജോമെട്രിയിൽ സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ. ഒരു മേശപ്പൂവ് സൈഡിലേക്ക് പറക്കണ പോലെ ഉള്ളൊരു ഷേപ്പ്, ഒരു ത്രികോണം. പക്ഷെ ഇങ്ങനെ ഒരിക്കലും അന്വേഷിച്ച് നടക്കരുത്. നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടത് എന്താണ്? ഇതാണ് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടത്. കയറി പോകുന്ന 3 സപ്പോർട്ടുകൾ, അതുപോലെ ഇറങ്ങി വരുന്ന 3 റെസിസ്റ്റൻസുകൾ, ഇത്രയും മതി. അതൊരു ലൈനിലായിരിക്കണം എന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. അങ്ങനെ ഒരു വാശി വന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ചാർട്ട് പാറ്റേൺസ് മിസ്സാവും. അപ്പോൾ ബേസിക്കലി ഇതാണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ. ഇനി ഇത് വർക്കാവുന്നു എന്നുള്ളതിനൊരു ലക്ഷണമാണ് ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ പൊട്ടുമ്പോൾ നല്ലൊരു പൊട്ടലായിരിക്കും. കണ്ട ഈ ക്യാൻഡിൽ കണ്ട, ഇവിടെയാണ് നമ്മുടെ എൻട്രി സെറ്റപ്പ്. അപ്പോൾ ഇത്ര വലിയ ക്യാൻഡിൽ വരണമെങ്കിൽ എൻട്രി എടുക്കണ്ട. ഓക്കെ, എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഡിസെൻഡിങ് ട്രയാങ്കിൾ ഇത് എടുക്കണു തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഇതിപ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ട് ചിന്തിക്കുന്നവർക്ക് എപ്പോഴും ചാർട്ട് പാറ്റേൺസ് കിട്ടുന്നതാണ്. ഡിസെൻഡിങ് ട്രയാങ്കിൾ ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് അതിൽ? ഡിസെൻഡിങ് ട്രയാങ്കിൾ നമ്മൾ അസെൻഡിങ് ട്രയാങ്കിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ, സപ്പോർട്ടുകൾ കയറി വരുന്നു, റെസിസ്റ്റൻസുകൾ ഭൂമിക്ക് സമാന്തരമായി നിൽക്കുന്നു. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഡിസെൻഡിങ് ട്രയാങ്കിൾ. എങ്ങനെ ഇരിക്കും? 1 2 3 ബ്രേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറിക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറിക്കാം അല്ലേ, ഷൂ പാറ്റേൺ. അപ്പോൾ ജോമെട്രിയിൽ ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഷേപ്പ്. താഴെയുള്ള സപ്പോർട്ട് ഭൂമിക്ക് സമാന്തരമായിരിക്കും. ഈ ഷേപ്പാണ്. അപ്പോൾ ഈ ഷേപ്പ് നമ്മൾ കറക്റ്റ് അച്ചട്ട് തന്നെ പ്രതീക്ഷിക്കരുത്. ഏകദേശം ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇതല്ല സാധനം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ലൈനായിട്ട് മാർക്ക് ചെയ്തത് 3 ഫോളോയിങ് റെസിസ്റ്റൻസ്,
ഒരു റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ടിലേക്ക് എത്തി, വീണ്ടും മുകളിലേക്ക് പോയി, വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു, അതേ സപ്പോർട്ടിൻ്റെ അടുത്ത് തന്നെ എത്തി, വീണ്ടും മുകളിലേക്ക് പോയി, അധികം മുകളിലേക്ക് പോകാൻ പറ്റിയില്ല, വീണ്ടും കയറി, ഇപ്പോൾ കുറച്ചുകൂടി താന്ന് വരണം. ഇത് നമുക്ക് 4 കൂട്ടണമെന്നില്ല, 3 കൂട്ടിയാൽ മതി. സപ്പോർട്ടുകൾ ഭൂമിക്ക് സമാന്തരമായിട്ട് മിനിമം 2 വേണം. 3 വന്നാൽ നല്ലത്, 4 വന്നാൽ അതിലും നല്ലത്. ഇതാണ് ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയുന്ന പാറ്റേൺ. അപ്പോൾ ഇവിടെ സിമെട്രിക്കൽ ട്രയാങ്കിൾ അല്ലേ, ഇവിടെ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഒരു ലൈൻ പ്രതീക്ഷിക്കേണ്ട, ആരോസ് വെച്ച് മാർക്ക് ചെയ്താൽ എളുപ്പത്തിന് വരച്ചെന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഒരു ഇമ്പൾസീവ് മൂവ്, പിന്നെ കറക്റ്റീവ് മൂവ്, വളരെ ലക്ഷണമൊത്ത് വളഞ്ഞൊടിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. നമ്മളിപ്പോൾ ഫ്ലാഗ് വരയ്ക്കാൻ ഒരു പാരലൽ ചാനൽ എന്ന് പറയുന്ന ടൂൾ തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ലൈൻസിൻ്റെ ഉള്ളിൽ ഇവിടെ പാരലൽ ചാനൽ കാണാം. നമ്മുടെ ഫേവറേറ്റിലാക്കി ഇട്ടാൽ ഏകദേശം ഇതുപോലെ വരും അല്ലേ. 1 2 3 1 2 3 മിനിമം 3 3 ഉണ്ടെങ്കിൽ ഗംഭീരം. അപ്പോൾ ഇതാണ് വടി. ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള മൂവാണ് പോള്. അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ വളരെ അച്ചട്ടായിട്ട് മുകളിലേക്ക് പോയി, താഴത്തേക്ക് പോയി, മുകളിലേക്ക് പോയി, താഴത്തേക്ക് പോയി, ഒരു 2 ലെവലിൻ്റെ ഉള്ളിൽ ഒരു ഫുട്ബോൾ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ബൗൺസ് ബാക്ക് ചെയ്യണത് അതുപോലെ പോയി അവസാനം മുകളിലേക്ക് ബ്രേക്കായി. ആ ബ്രേക്ക് ആവണ ക്യാൻഡിലാണ് ഇവിടെയാണ് നമ്മുടെ ട്രേഡ് എൻട്രി. അപ്പോൾ ഫ്ലാഗ് കുറച്ച് സ്റ്റോപ്പ് ലോസ് കൂടുതൽ ആവശ്യമുള്ള പാറ്റേൺ ആണ്. ടാർജറ്റ് 1:2. അപ്പോൾ അത് 1:2 എത്തണമെന്നില്ല. ചില ആൾക്കാർ പലതരത്തിൽ ട്രേഡ് ചെയ്യും. ചില ആൾക്കാർ ഈ ഒരു ക്യാൻഡിൽ സ്ട്രോങ് ആണെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. അപ്പോൾ കൂടുതൽ റിസ്റ്റ് റിവാർഡ് കിട്ടും. 1:4 5 ഒക്കെ കിട്ടും. അങ്ങനെ ഇത് പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇത് EURUSD ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു ചെറിയ അസെൻഡിങ് ട്രയാങ്കിൾ കാണാം അല്ലേ. അപ്പോൾ ഏകദേശം 3 3 ഉണ്ടെങ്കിൽ അത്യുത്തമം. 1 2 3 ഭൂമിക്ക് സമാന്തരമായിട്ട് 3 റെസിസ്റ്റൻസ്. ഇതൊരു വലിയ വിക്ക് അവിടെ നിൽക്കണമെങ്കിലും നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് കൂട്ടാം. ഒരു സോണിൽ കാണണമെന്ന് മാത്രം. സോണിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി നിൽക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ട്രേഡ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്രേക്കായി, ഇവിടെ ട്രേഡ്, ഇവിടെ സ്റ്റോപ്പ് ലോസ്, ഇവിടെ ടാർജറ്റ്, 1 2 ടാർജറ്റ് അല്ലേ. ഇത് മാർക്കറ്റ് എന്തോരം പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സാധാരണ ഒരു 1 2 ടാർജറ്റ് എടുത്ത് പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അവിടെ വിടായിരുന്നു. ഈ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി ബാരിഷ് പാറ്റേൺ ഒക്കെ കാണുമ്പോൾ വേണമെങ്കിൽ വിടായിരുന്നു അല്ലേ. അങ്ങനെ വീണ്ടും ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, പക്ഷെ അത്രയും അങ്ങോട്ട് കാര്യമായിട്ട് താഴ്ത്തേക്ക് വന്നിട്ടില്ല. ഹെഡ് ആൻഡ് ഷോൾഡർ കാണാൻ പറ്റുന്നുണ്ടോ? ഷോൾഡർ, ഹെഡ്, ഷോൾഡർ, ഷോൾഡർ, ബ്രേക്ക് ഔട്ട് അല്ലേ. നെക്ക് ലൈനിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നു. അപ്പോൾ അത് അപ് ട്രെൻഡാണ്. ഇപ്പോൾ ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ളതിൻ്റെ 61% ഒക്കെ വരുന്നതാണ് നമ്മൾ പറയുക. ഓൾമോസ്റ്റ് 61% ടാർജറ്റ് വെക്കുകയാണെങ്കിൽ ബെറ്റർ അല്ലേ. അപ്പോൾ 1 കിട്ടില്ല, 1 കിട്ടുള്ളൂ. അപ്പോൾ എന്ത് വേണം? ഒരുപാട് അകലയിൽ നിന്ന് വന്നതിന് ശേഷം വേണം ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് വരാൻ. എന്നാണ് 1 2 കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ മാക്സിമം പല പല ചാർട്ടുകളിൽ പോയിട്ട് ഇപ്പോൾ 4 മണിക്കൂറിൻ്റെ ചാർട്ടിലാണ് കണ്ടോ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നിങ്ങൾ നോക്കുക, പതുക്കെ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്കത് കിട്ടുള്ളൂ. ഇതിവിടെ കപ്പ് ആൻഡ് ഹാൻഡിലായിട്ട് കണ്ടൂടെ. അപ്പോൾ കപ്പ് ആൻഡ് ഹാൻഡിലിന് കപ്പിൻ്റെ സൈസ് വേണമെന്നില്ല അല്ലേ. എന്ത് മതി? മാർക്കറ്റ് ഒബ്വിയസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എടുത്ത സ്ഥലത്ത് വീണ്ടും പട്ടത്തിൽ കാറ്റ് പിടിക്കുന്ന പോലെ എപ്പോഴൊക്കെയോ അപ് ട്രെൻഡായി അവിടെ വന്ന് ആ റെസിസ്റ്റൻസ് എത്തിയപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് അതിന് ശേഷം ബ്രേക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കപ്പ് ആൻഡ് കപ്പിൻ്റെ ഹാൻഡിലിൻ്റെ ഷേപ്പിൽ തിരഞ്ഞു നടന്നു കഴിഞ്ഞാൽ പാത്രക്കടയിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ വളരെ ഫ്ലെക്സിബിളായിട്ട് ആ ഒരു ആശയത്തെ ഉൾക്കൊള്ളണം. അങ്ങനെ ഇനിയിപ്പോൾ ഇതിപ്പോൾ 4 hour ചാർട്ടാണ്. പലപ്പോഴും നമ്മൾ 5 മിനിറ്റിൽ 1 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇതുപോലുള്ള ചാർട്ട് പാറ്റേൺസ് വെച്ച് ട്രേഡ് ചെയ്യാം. ഇത് 5 മിനിറ്റാണ് ഗോൾഡിൽ അല്ലേ. ഇവിടെ ഏതെങ്കിലും ഒരു ചാർട്ട് പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
താഴെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഉള്ളതായിട്ട് തോന്നുന്നു. ഈ ഭാഗത്താണോ? ആ അതിന് താഴെ ഇതിനെ ലെഫ്റ്റ് കുറച്ചുകൂടി സൈഡിൽ. അതെ, ഓക്കെ, ഇതിനെ കുറച്ചുകൂടി താഴെ ഇൻവേർട്ടഡ് താഴെ സാറേ. ഇൻവേർട്ടഡ് അല്ലേ? അല്ല, കുറച്ചുകൂടെ താഴെ. കുറച്ചുകൂടി താഴെ ഇവിടെയാണോ? ആ, ഓ, റൈറ്റ്. ആ അതെ അതെ. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇത് ഷോൾഡർ, ഇത് ഹെഡ്. പെർഫെക്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഇത് ഷോൾഡർ അല്ലേ? ഇത് ബ്രേക്ക് ഔട്ട് കാൻഡിൽ, ഇവിടെ ബ്രേക്ക് ഔട്ട് അല്ലേ? ഓക്കെ, ഞാൻ പെട്ടെന്ന് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ എപ്പോഴും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിമെട്രിക്കൽ ട്രയാങ്കിൾ. ഈ റെസിസ്റ്റൻസ്, അതിലും താഴെ റെസിസ്റ്റൻസ്, അതിലും താഴെ റെസിസ്റ്റൻസ് അല്ലേ? ഇവിടെ ഒരു സപ്പോർട്ട്, ഇതിലും മേലൊരു സപ്പോർട്ട്, ഇതിലും മേലൊരു സപ്പോർട്ട്. ഏതെങ്കിലും ഒരെണ്ണം കൂട്ടിയാൽ മതി. ഇത് കൂട്ടിയാലും ഓക്കെയാണ്, ഇത് കൂട്ടിയാലും ഇതിന് മേലെ നിൽക്കണം അല്ലേ? ഇത് അല്ലെങ്കിൽ ഇത് ആയാലും മതി. 3 മിനിമം വേണം. 3 4 ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ പുറത്തേക്ക് ഒരെണ്ണം പോകുന്നത് അത്ര നല്ലതല്ല. എന്നാലും അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പാണ് കാണാവൂ. ഇതിപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ലൈനിൽ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ വരയ്ക്കാൻ എളുപ്പമല്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇതുപോലെ ആരോ വെച്ച് കാണണം. ഇതിൻ്റെ ആ കോൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർക്കറ്റ് ബേസിക്കലി ചുരുങ്ങുകയാണ് അല്ലേ? ഓസിലേറ്റ് ചെയ്ത് ചുരുങ്ങുകയാണ്. അതിനുശേഷം ഈ മുകളിലത്തെ 3 റെസിസ്റ്റൻസ് താഴേക്ക് വരണമെങ്കിൽ ആ ലാസ്റ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിൽ ലാസ്റ്റ് സപ്പോർട്ടിനെ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്താലും ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പോൾ അത്ര നല്ലൊരു പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല. 5 മിനിറ്റാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അല്ലേ? 5 മിനിറ്റാണ്. 5 മിനിറ്റിൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ വളരെ വിയേർഡായിട്ടുള്ള പാറ്റേൺസ് ഒക്കെയാണ് കാണുക അല്ലേ? ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ആയിട്ട് കാണാം അല്ലേ? ഈ ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞു, ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ഷോൾഡേഴ്സ് മാറി ഉണ്ടാവാം. അപ്പോൾ ഭൂമിക്ക് സമാന്തരമായിട്ടുള്ളൊരു സപ്പോർട്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഗോപുരം പോലെയായില്ലേ? ഞാൻ കാണാറുണ്ട്. രാവൺ പാറ്റേൺ എന്ന് പറയും. ഒരുപാട് ഷോൾഡേഴ്സ്, നടുക്കൊരു ഹെഡ്, ഷോൾഡർ ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺവേർഡ്സ് ട്രേഡ്. അപ്പോൾ ഈ ക്യാൻഡിൽ ഇവിടെ നിന്ന് കണ്ട നല്ലൊരു പുഷ് ഉണ്ട്. ഇതെല്ലാവരും ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ സെല് ചെയ്യാനുണ്ടാവും. അതിൻ്റെ ആ ഒരു ആക്യത്തിലാണ് പെട്ടെന്ന് മാർക്കറ്റ് പോകുന്നത്. കറക്റ്റ് ചെയ്ത് വീണ്ടും താഴത്തേക്ക് കുറേ പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു 1:2 ഒക്കെ നമുക്ക് കൂളായിട്ട് കിട്ടും അല്ലേ? ഇതിൻ്റെ മേലെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് 1:2 അടിച്ച്. ഡബ്ല്യു പാറ്റേൺ ഇല്ല സാറേ മേളിൽ കുറച്ച്. ഡബ്ല്യു ബോട്ടം അല്ലേ? താഴെയാണോ? മേളില് ഇവിടെയാണോ? മേളില് ഏറ്റവും മേളിൽ ഇവിടെ. അതെ, അതിന്റെ ഇവിടെയാണോ? അത് ഇവിടെയാണോ? മേളിൽ നിന്ന് വരും. അതെ, മേളിൽ നിന്ന് വരും. ലെഫ്റ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡ് അല്ല, ഇവിടെയാണോ? അതിന്റെ അടുത്ത ടൈം ഒന്ന് പറയാമോ? ടൈം ഒന്ന് പറയാമോ? 18-ാം തീയതി എത്ര മണിക്കാണ് ഏകദേശം? 21 നടക്കുന്നത്. 21 എടുക്കുന്നത് അതിന്റെ മേളിൽ, അതിന്റെ സ്ട്രേറ്റ് മേളിൽ നിന്ന് വരുന്ന ഒരു സെല്ലിംഗ് ഇവിടെയാണോ? അതിന്റെ അത് വന്ന് ഒരു ഡബ്ല്യു ടൈപ്പ് ആയിരുന്നു തോന്നിയതാണ്. കുഴപ്പമില്ല. ബട്ട് ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരണം, രണ്ട് ഈ ഓൾമോസ്റ്റ് ഈക്വൽ. അപ്പോൾ ഡബ്ല്യു പാറ്റേൺ വരണത് എപ്പോഴും ഒരുപാട് മുകളിലേക്ക് പോയതിന് ശേഷം ഇങ്ങനെ വരണം. 2 കുത്തടിച്ചിട്ട് പിന്നെ താഴത്തേക്ക് കട്ട് ചെയ്യുന്നു. അവിടെ നാട് പിന്നാട്. അതെ ഇത് അല്ലേ? ഇതല്ലേ ഡബ്ല്യു പാറ്റേൺ. ചിലപ്പോൾ ഒരു ഷേപ്പ് ഒന്നും അങ്ങനെ വേണമെന്നില്ല, എപ്പോഴും മുകളിലാണ് അത് നോക്കേണ്ടത്. അല്ലെങ്കിൽ താഴെ കണ്ടേക്കാം. ഇതൊരു കറക്റ്റ് ഒരു നല്ല സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണല്ലേ? ഇവിടെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റണല്ലേ? ഒരു ലൈനിൽ വേണമെങ്കിൽ വരയ്ക്കാം അതുപോലത്തെ ഒരു ട്രയാങ്കിൾ.
കണ്ടോ ഇവിടെ ഒരു ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ട് ചീറ്റ് ചെയ്തിട്ടാണ് വീണ്ടും മുകളിലേക്ക് പോയിക്കണത്. കാരണം എല്ലാ റീറ്റെയിലേഴ്സും ട്രേഡ് എടുക്കും എന്ന് മനസ്സിലാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്രേക്ക് ചെയ്ത് ചീറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ്, പലരും സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധ്യതയുള്ളത് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇവിടെയാണ് പലരും സ്റ്റോപ്പ് ലോസ് കൊണ്ടുവയ്ക്കുക, അല്ല ഇതിൻ്റെ തൊട്ട് താഴെ. അപ്പോൾ അവരൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കളഞ്ഞിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കണത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രാപ്പ്. അപ്പോൾ ഈ ട്രാപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് അത് തന്നെ നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാനും, വൺസ് നമ്മൾ അതിൽ ട്രേഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയാൽ തന്നെ ഹൈ റിസ്ക് റിവാർഡിന് അടുത്ത ട്രേഡ് എടുക്കാനും നമുക്ക് ട്രാപ്പുകൾ സഹായിക്കും. വൺസ് നമ്മളോട് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് പോയിണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സാധാരണ ആൾക്കാർ സ്റ്റോപ്പ് ലോസ് വെക്കാറുള്ളതെന്ന് ഒരു കയ്യകലം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നല്ലത്. പക്ഷെ അപ്പോഴത്തെ പ്രോബ്ലം എന്താ, റിസ്ക് റിവാർഡ് കുറയും. ഓക്കെ, അപ്പോൾ ഇതിനാണ് ട്രാപ്പ് എന്ന് പറയാം. നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്മാർട്ട് മണി കോൺസെപ്റ്റ്സുകൾ പഠിക്കുമ്പോൾ ട്രാപ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പഠിച്ച പാറ്റേൺസൊക്കെ നിങ്ങൾ മാക്സിമം നാളെ തന്നെ ഒരു നോട്ട് ബുക്കും പേനയൊക്കെ എടുത്ത് വരച്ച് പ്രാക്ടീസ് ചെയ്യുക ആദ്യം. പിന്നെ അതിന് ശേഷം ചാർട്ടിൽ പോയി കണ്ടെത്താൻ നോക്കുക. സ്മോളർ ടൈം ഫ്രെയിമിലേക്ക് വരാണെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി പ്രയാസമായിരിക്കും. 1 hour ചാർട്ട് 4 hour ചാർട്ടിൽ കൂടുതലും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. പെയേഴ്സ് ഏത് വേണമെങ്കിലും എടുക്കാം. ഈ 4 hour ചാർട്ടിലാണെങ്കിൽ ഏത് പെയേഴ്സ് എടുത്താലും മിക്കതും എവിടെയെങ്കിലുമൊക്കെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാർട്ട് പാറ്റേൺ ട്രേഡബിൾ ആയിട്ടുണ്ടോ എന്ന് നോക്കി നടന്നാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾസ് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഇതാ ഇതും നമ്മൾ നേരത്തെ കണ്ട ഗോപുരം തന്നെ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് 2 നിലയ്ക്ക് കാണാം. ഇത് ഷോൾഡർ, ഹെഡ്, ഷോൾഡർ അങ്ങനെ കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കോൺസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിലും വളരെ നിർണായകമാണ്. പല ആൾക്കാരും അതിൽ നല്ലൊരു മറബസു ക്യാൻഡിൽ ഉണ്ടോ എന്ന് നോക്കും. മറബസു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ താഴെ വിൽക്കില്ലാത്ത ക്യാൻഡിൽ. പിന്നെ അതുപോലെ ഇത് ഒരു ബിഗ് ക്യാൻഡിലാണെന്ന് നോക്കും, അതായത് കഴിഞ്ഞ 10 ക്യാൻഡിൽസിനേക്കാളും വലിയൊരു ക്യാൻഡിൽ. അതുപോലെ തന്നെ ഇതിൽ വോളിയം നോക്കാറുണ്ട്. ഫോറക്സ് ട്രേഡിങ്ങിൽ വോളിയം നോക്കുന്നതിൽ വലിയ അർത്ഥമില്ല. സ്റ്റോക്ക് ട്രേഡിങ്ങിൽ നമ്മൾ ഇതിൽ വോളിയം എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വോളിയത്തിൻ്റെ സ്പൈക്ക് ഇപ്പോൾ ഇതുപോലെയൊക്കെ നല്ല വോളിയം ഉണ്ടോ എന്നുള്ളതും കൂടി ഉറപ്പുവരുത്തും. അപ്പോൾ ഫോറക്സിൽ നമുക്ക് വോളിയം നോക്കാൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ചാർട്ട് എടുക്കണം ആ ചാർട്ടിലെ ആൾക്കാർ ആവണമെന്നില്ല ചിലപ്പോൾ സെല്ല് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിലാണ്, എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന അതിലാണെങ്കിൽ നമ്മൾ വോളിയം നോക്കും. അപ്പോൾ മിനിമം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ക്യാൻഡിൽ സ്ട്രോങ് ക്യാൻഡിലാണെങ്കിൽ ഇതുപോലെ സ്ട്രോങ് ക്യാൻഡിൽ പ്ലസ് താഴെ വിൽക്കില്ലാത്ത ക്യാൻഡിൽ, അതിനെയാണ് കഷണ്ടി ക്യാൻഡിൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇതും കഷണ്ടി ക്യാൻഡിലാണ്, കണ്ടോ, ഇത് നല്ലൊരു കഷണ്ടി ക്യാൻഡിലാണ്. അപ്പോൾ ഇതിൽ ഇവിടെയൊക്കെയാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക. പിന്നെ ബുള്ളിഷ് സെറ്റപ്പ് ആണെങ്കിൽ മുകളിൽ വിൽക്ക് പാടില്ല, ബാരിഷ് സെറ്റപ്പ് ആണെങ്കിൽ താഴെ വിൽക്ക് പാടില്ല. ഓക്കെ, അതിനാണ് മറബസു ക്യാൻഡിൽ എന്ന് പറയാം. അപ്പോൾ മറബസു ക്യാൻഡിൽ, ബിഗ് ക്യാൻഡിൽ, ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു നല്ല സ്ട്രോങ് ക്യാൻഡിലിൽ താഴത്തേക്ക് ക്ലോസ് ചെയ്യുമ്പോഴാണ് ട്രേഡ് എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ക്യാൻഡിലാണെങ്കിൽ പല ആൾക്കാരും ആ ഒരു ക്യാൻഡിലിൻ്റെ തൊട്ട് മേലെ തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാറുണ്ട്. ഈ ഷോൾഡറിൻ്റെ മേലേക്ക് വെക്കുമ്പോൾ വളരെ വൈഡായി പോകും. അപ്പോൾ മാർക്കറ്റ് അതിനനുസരിച്ച് ഒരുപാട് താഴത്തേക്ക് പോകേണ്ട വരും. നമുക്ക് 1-ന് 2 കിട്ടണമെങ്കിൽ ഇത്രയും പോകണം അല്ലേ. നേരെ മറിച്ച് ഈ ക്യാൻഡിലിൻ്റെ തൊട്ട് മേലെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിലോ, സ്ട്രോങ് ക്യാൻഡിലാണെങ്കിൽ, ഇതുപോലെ സ്ട്രോങ് ക്യാൻഡിലാണെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ കുറച്ച് കൈയകലം മേലെ ഇവിടേക്ക് ഒരു ലിക്വിഡിറ്റി കണ്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ കുറച്ചൊരു കൈയകലം മേലെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ, അതായത് ഈ ക്യാൻഡിലും പ്ലസ് അതിൻ്റെ ഒരു 33% 3-1 കൂടി ആഡ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ വരുമ്പോഴേക്കും 1:3.6, അതായത് 1000 രൂപ റിസ്കിന് 3600 രൂപ കിട്ടും. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ മേലെ വെക്കണം എന്നുള്ളതൊരു ക്ലാസിക്കൽ പ്രിൻസിപ്പിളാണ്. നമുക്കത് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. വളരെ ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ലൂസാക്കിയിട്ട് വെക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ പേരുകൾ, പുതിയ ടെർമിനോളജീസ് ഒക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നിങ്ങൾ പോയിട്ട് വരച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ ചാർട്ടിൽ അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു ചാർട്ട് പാറ്റേണിൻ്റെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ചാർട്ടിൽ പോയിട്ട് ഇതുപോലെ ചാർട്ട് പാറ്റേൺസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും പരാജയപ്പെട്ടേക്കാം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം വയലിൻ പഠിക്കാൻ ക്ലാസ്സിന് പോകുന്ന ആൾ വയലിൻ വായിക്കുമ്പോൾ ബാലഭാസ്കർ വായിക്കുന്ന പോലെ ഇരിക്കില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഇതിൽ കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് പിന്നെ ഇത് നല്ല ബെസ്റ്റ് പാറ്റേൺസുകളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സെൻസ് ഡെവലപ്പ് ആവാം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഏതെങ്കിലും ഫോറക്സ് പെയർ, നിങ്ങൾക്ക് പരിചയമുള്ള ഫോറക്സ് പെയറിൽ പോയിട്ട്
ഒരു 4 hour എടുത്താൽ മതി, ചെറിയ ടൈം ഫ്രെയിമുകളിൽ എടുക്കണ്ട. 4 hour ആവാം, വൺ ഡേ ആവാം. എടുത്തിട്ട് അതിലൊരു പാറ്റേൺ ഇതുപോലെ മാർക്ക് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ മൊബൈലിൽ മാർക്ക് ചെയ്യാം, ലാപ്ടോപ്പ് PC ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് അങ്ങനെ മാർക്ക് ചെയ്യാൻ. ഇതുപോലൊരു പെയിൻറ്റിൻ്റെ ടൂൾ എടുത്തിട്ട് ഇപ്പം ഇങ്ങനെ ഹെഡ് ആൻഡ് ഷോൾഡർ ആണെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ, അല്ലെങ്കിൽ ഡിസെൻഡിങ് ട്രയാങ്കിൾ ആണെങ്കിൽ ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ട് അതിലെവിടെ നിങ്ങൾ എൻ്റർ എടുക്കുമെന്നും സ്റ്റോപ്പ് ലോസ് വെക്കുമെന്നും ടാർജറ്റ് വെക്കുമെന്നൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഒരു 1 വെച്ചാലും മതി, അല്ലെങ്കിൽ 2 വെച്ചാലും മതി, അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ അതേ ദൂരം തന്നെ വെച്ചാലും മതി, ഇത്രയും ദൂരം തന്നെ താഴ്ത്തേക്ക് വെച്ചാലും മതി അല്ലേ. സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടാം, ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഗ്രൂപ്പിലേക്ക് ഇടാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ 7 പേര് ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ ചെയ്യലുണ്ടാവുള്ളൂ. പെടില്ലേ? അപ്പോൾ അടുത്ത ദിവസം നമുക്കത് പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇട്ട് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആദ്യം അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടൊക്കെ മാറിപ്പോയേക്കാം, ഒന്നും വിഷയമല്ല, ജസ്റ്റ് നിങ്ങളുടെ ഒരു പ്രയത്നം. ഓക്കെ, അപ്പോൾ നിങ്ങളത് കൂടുതൽ സെർച്ച് ചെയ്യും തോറും അതിൽ കോൺഷ്യസ് ആവും. ഓക്കെ, അപ്പോൾ മാക്സിമം ആദ്യം ഒരു 2-3 ആവർത്തി വരയ്ക്കുക, അതിന് ശേഷം ചാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷനിൽ കാണാം കേട്ടോ. ശരി, Sir, thank you. ഓക്കെ, ഫൈൻ, താങ്ക് യു.